ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ, ആഴമാർന്ന നിൻ മഹത്യാഗത്തെ. ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ, ആഴമാർന്ന നിൻ. യോഹന്നാന്റെ സുവിശേഷത്തിന്റെ ലാസ്റ്റ് പാട്ടാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് കർത്താവിന്റെ മരണത്തിലൂടെ മാനവരാശിക്ക് അല്ലെങ്കിൽ മനുഷ്യവർഗത്തിന് കിട്ടിയ വിടുതലുകളാണ് നമ്മൾ ചിന്തിക്കുന്നത്. അതിൽ പാപത്തെ കുറിച്ചുള്ളത് ചിന്തിച്ചു. പാപക്ഷമ, അതായത് കർത്താവ് പാപപരിഹാര യാഗമായിട്ട് അർപ്പിക്കപ്പെട്ടു. അത് വിശ്വസിച്ച് കഴിയുമ്പോൾ അതിന്റെ ബൈ പ്രോഡക്ട്സ്, അതിൽ നിന്ന് കിട്ടുന്ന അല്ലെങ്കിൽ പിന്നീടുള്ള അനുഗ്രഹങ്ങളാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ രണ്ടാമത്തത് ബൈബിൾ എഴുതിയേക്കുന്ന ഓർഡറിൽ തന്നെ നമ്മൾ ചിന്തിക്കുന്നത് പാപം, ശാപം, രോഗം. കാരണം ഈ ശാപവും രോഗവും കൂടി എഗെയിൻ കണക്റ്റഡാ. കാരണം ഈ ശാപത്തിന്റെ ലിസ്റ്റ് വായിക്കുമ്പോൾ അതിനകത്ത് മുഴുവൻ രോഗങ്ങളാണ്. അപ്പൊ ഇതില് നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ച എന്താന്ന് ഓർക്കുന്നോ? ശാപം വരുന്ന ചാനലുകളാണ് നമ്മൾ ചിന്തിച്ചത്. അതിൽ ഫസ്റ്റ് വൺ എന്താ? ഏറ്റവും പ്രധാന വിഗ്രഹം. ദെൻ ചിന്തിച്ചതാ, അതായത് ദൈവവുമായിട്ടുള്ള ബന്ധത്തിലാണ് കഴ്സിന്റെ ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. എല്ലാവർക്കും അറിയാവുന്ന കാര്യം. അപ്പം ആദ്യമേ ശപിച്ചത് തന്നെ ദൈവമായിട്ടുള്ള ബന്ധത്തിലാണ്. നമുക്ക് ദൈവകൽപ്പന അനുസരിക്കാതെ ദൈവത്തെ ഡിസൊബേ ചെയ്തതാണ് ശാപങ്ങൾ സ്റ്റാർട്ട് ചെയ്തത്. നമ്മൾ ചിന്തിച്ചതാണ് കഴിഞ്ഞ ദിവസം, ഇല്ലേ? ദൈവമായിട്ടുള്ള ബന്ധത്തിലാണ് ശാപങ്ങളുടെ ഫസ്റ്റ് ചാനല്. അതായത് സത്യദൈവത്തെ ആരാധിക്കാതെ അല്ലെ സത്യദൈവത്തെ റിക്കഗ്നൈസ് ചെയ്യാതിരിക്കുന്നതാണ് ഫസ്റ്റ് റീസൺ. എന്നിട്ട് നമ്മൾ ചിന്തിച്ചതാ, ഓർക്കുന്നു? അതായത് സുവിശേഷം, പൗലോസ് പറഞ്ഞു, ഞങ്ങൾ പ്രസംഗിച്ചതല്ലാത്ത വേറൊരു സുവിശേഷം ആരെങ്കിലും പ്രസംഗിക്കുകയോ, അന്ന് ഞാൻ മിസ് ചെയ്തൊരു വേർഡുണ്ടായിരുന്നു. കാരണം ഏതെങ്കിലും ഒരു മാലാഖയോ വന്നെന്നുള്ളത് റെവലേഷൻ 14:6 സജസ്റ്റ് ഒന്ന് കഴിഞ്ഞ ദിവസം പറയാതെ പോയതാ. അത് ലിറ്ററലി അങ്ങനെ സംഭവിക്കാൻ പോകുന്നതാണെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. നമുക്കത് ഇന്ന് ചിന്തിക്കുമ്പോൾ അത് ഇത്തിരി എന്താ പറയുന്നത്, യാഥാർത്ഥ്യമാകുമെന്ന് സംശയം തോന്നുന്നു. എന്നാൽ പലതും അങ്ങനെ അന്ത്യകാലത്ത് സംഭവിക്കാനുള്ള കാര്യങ്ങളുണ്ട്. റെവലേഷൻ 14:6 ഭൂമിയിൽ വസിക്കുന്ന എല്ലാ ജനതകളോടും ഗോത്രങ്ങളോടും ഭാഷക്കാരോടും ജനങ്ങളോടും വിളംബരം ചെയ്യാനുള്ള ശാശ്വത സുവിശേഷവുമായി മറ്റൊരു മാലാഖ ആകാശമധ്യത്തിൽ പറക്കുന്നത് ഞാൻ കണ്ടു. ഇങ്ങനെ ഒരു ഏഞ്ചലിക് പ്രൊക്ലമേഷൻ ഓഫ് ദി ഗോസ്പൽ ഫ്യൂച്ചറിൽ ഉണ്ടാവുന്നതാണ്. എല്ലാ സ്റ്റഡി ബൈബിളുകാരും അത് അക്സെപ്റ്റ് ചെയ്യുന്ന. നമുക്ക് അതിനെക്കുറിച്ച് കൂടുതലൊന്നും അറിയില്ല, എന്നാലും അതുമായിട്ടൊരു ബന്ധം ഉണ്ടാകാം പൗലോസ് പറയുന്നതിന്. അതായത് ഞങ്ങൾ തന്നെയോ ഒരു മാലാഖ തന്നെയോ വന്ന് വേറൊരു സുവിശേഷം പറഞ്ഞാൽ അതിനകത്ത് ഈ ഉപയോഗിച്ചേക്കുന്ന വേർഡുകൾ നമ്മളൊന്ന്, അതായത് കഴ്സ് എന്ന് ഉപയോഗിച്ചിട്ടുണ്ട്, കഴ്സ്ഡ് എന്ന് ഉപയോഗിച്ചിട്ടുണ്ട്, അക്കേഴ്സ്ഡ് എന്ന് ഉപയോഗിച്ചിട്ടുണ്ട്, ഇല്ലേ? ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പം ആ സുവിശേഷമായിട്ടുള്ള ബന്ധത്തിൽ അക്കേഴ്സ്ഡ് എന്നാണ്. ദെൻ കർത്താവായ യേശുവിനെ സ്നേഹിക്കാത്തവൻ അല്ല, അതിൽ ഇംഗ്ലീഷിൽ അക്കേഴ്സ്ഡ് ആണ്. അപ്പൊ അക്കേഴ്സ്ഡ് എന്നുള്ള മൂന്നും കഴ്സി എന്നുള്ള വേർഡുകളാണെങ്കിൽ അക്കേഴ്സ്ഡ് എന്ന് പറഞ്ഞാൽ അട്ടർലി ഡിസ്ട്രോയബിൾ എന്നുള്ള അർത്ഥത്തിലാണ്. അതായത് നശിപ്പിക്കപ്പെടാൻ മാത്രമേ അത് പറ്റൂ. അട്ടർലി ഡിസ്ട്രോയബിൾ എന്നാണ് അക്കേഴ്സ്ഡ്. അപ്പൊ കർത്താവായ യേശുവിനെ സ്നേഹിക്കാത്തവൻ ഈ അക്കേഴ്സ്ഡ് എന്നുള്ള വേർഡാണ്. ഒന്ന് ചിന്തിച്ച് നോക്കേണ്ട ഒരു കാര്യം. അപ്പൊ നമ്മുടെ ജീവിതം ഈ ലോകത്തിലൊന്ന് ആലോചിച്ച് നോക്കും. ലോകത്തിലെ ഇപ്പൊ 600 കോടി 700 കോടി ജനം ഉണ്ടെങ്കിൽ അതിനകത്ത് 1 കോടി പോലും കർത്താവിനെ സ്നേഹിക്കുന്നവരും കർത്താവിന് ജീവിതം കൊടുത്തവരുമില്ല. അപ്പം ഈ ശാപത്തെ കുറിച്ച് നമ്മളൊന്ന് മനസ്സിലാക്കണം. റീസൺ എന്താണെന്ന് ചോദിച്ചാൽ ഈ ലോകത്തിലെ മനുഷ്യരെല്ലാം ദൈവത്താൽ ശപിക്കപ്പെട്ട ജീവിക്കുന്നത്. ബട്ട് ഒരു സാധാരണ ജീവിതം നയിക്കുന്നില്ല. കല്യാണം കഴിക്കുന്നുണ്ട്, പിള്ളേരുണ്ടാകുന്നുണ്ട്, വണ്ടി വാങ്ങിക്കുന്നുണ്ട്, സ്ഥലം മേടിക്കുന്നുണ്ട്, എല്ലാം. അതുകൊണ്ടാണ് ഈ കഴ്സിന്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം കഴ്സിലായിട്ടുള്ള ആൾക്കാർ വലിയ കുഴപ്പമില്ലാതൊക്കെയാണ് പോകുന്നത്. അപ്പൊ പിന്നെ എന്താ കുഴപ്പമെന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. ബട്ട് ആ ദൈവത്തിന്റെ ശാപത്തിന് വിധേയമാകുന്നതിന്റെ അല്ലെങ്കിൽ ബൈബിളിൽ എഴുതിയിരിക്കുന്ന ആ ശാപത്തിന്റെ സയൻസ് എല്ലാം ഈ ലോകത്തിലെ എല്ലാവരുടെയും ജീവിതത്തിൽ വരുന്നുണ്ട്. അപ്പൊ നമ്മളെ സംബന്ധിച്ച് ഈ ശാപത്തിന്റെ ലക്ഷണം എന്താണ്, ശാപം എന്താന്ന് ഈ ബൈബിളിൽ കൊടുത്തേക്കുന്ന മാത്രം ഒന്ന് ചിന്തിക്കേണ്ടത് ആവശ്യം. അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കും ശപിക്കപ്പെട്ട എന്താ ലോകത്തിലെ ആൾക്കാർ കർത്താവിനെ സ്നേഹിക്കാത്തവരും ജീവിക്കുന്നുണ്ട്, തീർച്ചയായിട്ടും ജീവിക്കുന്നുണ്ട്. അപ്പൊ ഇതില് അപ്പൊ നമ്മൾ ചിന്തിച്ച കാര്യം ഒന്നുകൂടെ ഓർക്കണം. അതായത് ശാപം വന്നത് ദൈവത്തോടുള്ള ബന്ധത്തിലാണ്. ദെൻ അതിനകത്ത് കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചതാ, സ്ട്രെസ് ചെയ്ത് പറഞ്ഞില്ലെങ്കിലും, അതായത് ഈ പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ ദൈവം പണിഷ്മെന്റ് ഡിക്ലെയർ ചെയ്തു. പണിഷ്മെന്റ് ആദ്യം കൊടുത്ത ആർക്കാ? നമുക്ക് എല്ലാവർക്കും
ആണോ? അതായത് ഇത് ഫിസിക്കൽ സ്നേക്കിനാണ്. അങ്ങനെ ആയിരിക്കുമല്ലോ, കാരണം അത് എഴഞ്ഞു നടക്കുന്ന വേറെ ഒരു ജീവിയില്ല കാലില്ലാതെ. അപ്പോൾ ആ ലിറ്ററൽ ഫിസിക്കലി അല്ലെങ്കിൽ ആ ലിറ്ററൽ ആനിമലിന് കഴ്സ് കിട്ടും. അത് ആദ്യം എഴുതിയേക്കുന്നത്. ഇതൊക്കെ നമ്മൾ സ്ട്രിക്റ്റ് ആയിട്ടും കറക്റ്റ് ആയിട്ടും അറിഞ്ഞേ പറ്റൂ. 3:14 തുടങ്ങി വായിക്കുമ്പോൾ, കർത്താവായ ദൈവം സർപ്പത്തോട് അരുൾ ചെയ്തു, ഇത് ചെയ്തതിനാൽ എല്ലാ കന്നുകാലികളെക്കാളും എല്ലാ കാട്ടുജന്തുക്കളെക്കാളും ശക്തനാണ് നീ. ഉരസുകൊണ്ട് ഇഴഞ്ഞ് നീ നടക്കും, ജീവിതകാലം മുഴുവൻ നീ പൊടി തിന്നും. അപ്പോൾ ആദ്യമേ ആ ഫിസിക്കൽ ലിറ്ററൽ സ്നേക്കിനാണ് ആദ്യത്തെ പണിഷ്മെന്റ് കിട്ടിയത്. അതിനുമുമ്പ് ഒരുപക്ഷെ കാലം ഉണ്ടായിരിക്കാൻ നമുക്കറിയില്ല. എന്തായാലും അത് സംസാരിച്ചു, അല്ലെങ്കിൽ പിശാച് അതിനെ സംസാരിക്കാൻ ഉപയോഗിച്ചു. അതായത് ആദ്യത്തെ പണിഷ്മെന്റ് കിട്ടിയത് ഈ ലിറ്ററൽ സ്നേക്കിനാണ്. രണ്ടാമതാണ് നമ്മള്. അപ്പൊ ഇവിടെ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, ഈ മനുഷ്യവർഗത്തിന് ഇത് വലിയൊരു ഗുഡ് ന്യൂസാണ്. മനുഷ്യവർഗത്തിന് ശിക്ഷ. സ്ത്രീക്ക് I will greatly multiply thy sorrows in child bearing. അല്ലെങ്കിൽ ആദത്തിനോട് എന്ത് പറഞ്ഞു? ഭൂമി ഇനി തുടങ്ങി നിനക്ക് അഡ്വേഴ്സ് ആയിരിക്കും, ഇനി മുൾക്കാരൊക്കെ ആയിരിക്കും നിനക്ക് ഇതിൽ നിന്ന് കിട്ടുന്നത്. അപ്പൊ ആ റീസൺ പറഞ്ഞിട്ടാണ് ഇനി നീ നെറ്റത്തെ വിയർപ്പ് കൊണ്ട് ജീവിക്കാൻ പറ്റും, അധ്വാനിച്ച് ജീവിക്കാൻ പറ്റും. നമുക്ക് മനുഷ്യൻ മാത്രമേ അധ്വാനിച്ച് ജീവിക്കുന്ന ജീവിയുള്ളൂ, വേറെ ഒരു ജീവി അധ്വാനിക്കുന്നില്ല. ബാക്കി എല്ലാം റെഡിമെയ്ഡ് കാര്യങ്ങൾ എൻജോയ് ചെയ്താണ് ജീവിക്കുന്നത്. അപ്പൊ ഇതില് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഈ മനുഷ്യന് കഴ്സ് അല്ലെങ്കിൽ നാശം പറയുന്നതിന് മുമ്പേ ദൈവം പറഞ്ഞത് എന്താ? കഴ്സിൽ നിന്നുള്ള ഡെലിവറൻസ്. ചിന്തിച്ചു നോക്കുക. ആദ്യം അത് പറഞ്ഞിട്ടല്ലേ, അതായത് നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും സ്ത്രീയുടെ സന്തതിയും തമ്മിലും ശത്രുത ഞാൻ ഉളവാക്കും, അവൻ നിന്റെ തല ചതയ്ക്കും, നീ അവന്റെ കുതികാൽ കുത്തും. അപ്പൊ നമ്മളിതൊന്നും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, ദൈവം ഗോഡ് ഈസ് നോട്ട് എ ഗോഡ് ഹു ഈസ് ഇൻട്രസ്റ്റഡ് ഇൻ കഴ്സിങ്. ദൈവത്തിന് ഈ ശാപത്തിൽ നിന്ന് വിമുക്തരായിട്ട് നമ്മൾ സന്തോഷത്തോടെ ഐശ്വര്യത്തോടെയും ജീവിക്കുന്നതിലാണ് ദൈവത്തിന് മുൻഗണന. അതുകൊണ്ടാണ് ഈ പണിഷ്മെന്റും കഷ്ടപ്പാടുകളും പറയുന്നതിന് മുമ്പ് അതിനുള്ള സൊല്യൂഷനാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് ഈ സൊല്യൂഷനാണ് ഗുഡ് ന്യൂസ്. അതുകൊണ്ടാണ് പൗലോസ് ആ സൊല്യൂഷനെ കയറി തൊട്ടാൽ ലെറ്റ് ഹിം ബി ഗലേഷ്യൻ 1:8 അക്കേഴ്സ്ഡ്. അതായത് നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ച, ഞാനൊന്ന് റിപ്പീറ്റ് ചെയ്യുക. അതായത് സുവിശേഷത്തിനെ വികലമാക്കുന്നിടത്തോളം ശാപം കൊണ്ടുവരുന്ന അല്ലെങ്കിൽ ശാപത്തിൽ നിന്ന് വിടുതലിന് തടസ്സമായിട്ട് വേറെ ഒന്നുമില്ല. അതുകൊണ്ടാണ് സുവിശേഷത്തിന്റെ ഗ്രേറ്റ്നെസ്. അപ്പസ്തോലന്മാർ പറഞ്ഞ സുവിശേഷം അതിൻപടി മനസ്സിലാക്കാനും നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തിയാക്കാനും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനും അത് മാത്രമാണ് എന്തിനുള്ള വിടുതല? ശാപത്തിൽ നിന്നുള്ള വിടുതൽ. അതുകൊണ്ടാണ് ഈ ശാപം പറയുന്നതിനും ആദ്യം പറഞ്ഞത് വിടുതല. ദൈവം പറഞ്ഞു. ദൈവത്തിന്റെ എല്ലാ കാര്യങ്ങളും അങ്ങനെയല്ലേ. ദൈവത്തിന് നമ്മളെ നശിപ്പിക്കുന്നതിലോ കഷ്ടപ്പെടുത്തുന്നതിലോ ഡിസ്ട്രോയ് ചെയ്യുന്നതിലോ യാതൊരു താല്പര്യമില്ല. നമുക്ക് ഈ മനുഷ്യന് ദൈവം ഈ പാപം ചെയ്തപ്പോൾ മരണശിക്ഷ വിധിച്ചെങ്കിലും ആ മരണത്തിൽ നശിക്കാനല്ല, അതിനൊരു എസ്കേപ്പ് റൂട്ട് കൊടുത്തു. കർത്താവായ യേശുക്രിസ്തു വഴി രക്ഷ പ്രാപിക്കാൻ വേണ്ടിയിട്ടാണ് ദൈവം വഴിയൊരുക്കിയത്. അതിവിടെ ഏദൻ തോട്ടത്തിൽ നിന്ന് ആരംഭിച്ചേക്ക് നമ്മൾ ചിന്തിച്ചത്. പൗലോസ് കഴിഞ്ഞ ദിവസം നമ്മൾ അപ്പോസ്തല പ്രവൃത്തി ചിന്തിച്ചു. അതായത് തിരുവെഴുത്തുകളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ക്രിസ്തുവിന്റെ മരണത്തെ വ്യാഖ്യാനിച്ചു കൊടുത്തു അവർക്ക്. അപ്പൊ ഇവിടെ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, ഈ ശാപത്തെ കുറിച്ച് പഠിക്കുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് അത് നെഗറ്റീവ് ഇഫക്റ്റ് ഉണ്ടാക്കും. കാരണം പലതും നമ്മുടെ ജീവിതത്തിൽ കാര്യഡോറ് കാണും, അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ. അതുകൊണ്ട് ആശ്വാസമാണ് നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത്. കാരണം ഇതിൽ നിന്നൊരു വിടുതലുണ്ട്. ദൈവം തന്നെയും ആദ്യം പണിഷ്മെന്റ് ശാപം അല്ല പറഞ്ഞു, ശാപത്തിൽ നിന്നുള്ള വിടുതലാ പറഞ്ഞു. ശാപത്തിൽ നിന്നുള്ള വിടുതല് ഗുഡ് ന്യൂസ് ആണ്. അതുകൊണ്ടാണ് ഈ രണ്ടും എഴുതിയേക്കുന്നത്. ഈ രണ്ടിലും അക്കേഴ്സ്ഡാ. സുവിശേഷത്തെ വികലമാക്കുന്നവനും അക്കേഴ്സ്ഡാണ്, കർത്താവായ യേശുവിനെ സ്നേഹിക്കാത്തവൻ. അപ്പൊ നമ്മൾ ചിന്തിച്ചു നോക്കും, കർത്താവായ യേശു ക്രിസ്തുവിനെ സ്നേഹിക്കുന്ന മനുഷ്യൻ ലോകത്തിൽ 1% പോലും ഇല്ല. അപ്പൊ അല്ലാത്ത മനുഷ്യൻ ജീവിക്കുന്നില്ലേ? അവർക്കാർക്കും ഒരു കംപ്ലൈന്റും ഇല്ല, അവരെല്ലാം വളരെ സന്തോഷമായിട്ടാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ അതിനകത്ത് ഡിസീവ്ഡ് ആകരുത്. പക്ഷെ ഇവരെല്ലാം ഈ ശാപത്തിന്റെ ഫലങ്ങൾ അനുഭവിക്കുന്നുണ്ട്. ഈ 73-ാം സങ്കീർത്തനത്തില് അതൊരു പ്രധാനപ്പെട്ട സങ്കീർത്തന. അതെങ്ങനെ? ആസാഫിന്റെ സങ്കീർത്തനം. ആസാഫിന്റെ സംശയം എന്തായിരുന്നു? നമുക്ക് ഇതന്നെ ഈ കഴ്സ്ഡ് ആയിട്ടുള്ള ഈ മനുഷ്യൻ, അല്ലെങ്കിൽ 99.5% ആൾക്കാരും ശപിക്കപ്പെട്ടവരാ ദൈവത്താൽ. കാരണം കർത്താവിനെ സ്നേഹിക്കുന്നില്ല. കർത്താവിനെ സ്നേഹിക്കാത്തവൻ അക്കേഴ്സ്ഡാ. അവർക്ക് ഒരു കുഴപ്പമില്ല, അവർക്ക് നല്ല ദൃഢഗാത്രരായിട്ട് പോകുന്നു, അവർക്ക് എല്ലാം ഉണ്ട്, ഐശ്വര്യമുണ്ട്. ഇതെല്ലാം കണ്ടിട്ട് ആസാവിന് എന്ത് തോന്നി? ദുഷ്ടരുടെ ഐശ്വര്യം കണ്ടിട്ട് അസൂയ തോന്നി. നമ്മൾ അറിയേണ്ട ഒരു കാര്യം, നമ്മളും ഈ ആസാഫ് ആദ്യം ചിന്തിച്ച പോലെ ആകരുത് നമ്മുടെ ജീവിതത്തിൽ. എന്നിട്ട് ആസാഫിന് പ്രശ്നത്തിന് പരിഹാരം എങ്ങനെ കിട്ടി? ദൈവത്തിന്റെ. നമ്മൾ അറിയേണ്ട ഒരു കാര്യം, കാരണം ഈ
കഴ്സിനെ കുറിച്ച് പഠിക്കുമ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യം. 73 സാം 73 ബാബു അത് അതിന്റെ 15 തുടങ്ങി വായിക്കും. 73 സാം 73. ഞാൻ അങ്ങനെ സംസാരിക്കാം എന്ന് ഞാൻ പറഞ്ഞിരുന്നു എങ്കിൽ നിന്റെ സന്തതികളുടെ ഈ തലമുറയെ ഞാൻ ചതിക്കുമായിരുന്നു. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്ന ആസാഫാണ് പറയുന്നത്. അപ്പൊ ആസാഫ് പറഞ്ഞ് ദുഷ്ടരുടെ ഐശ്വര്യം എല്ലാം കണ്ടിട്ട് ആസാഫിന് അസൂയ തോന്നി. ഈ ദൈവത്തെ വിളിച്ചിട്ട് പ്രത്യേക കാര്യമൊന്നുമില്ല, അല്ലാത്തവന് ഒരു കുഴപ്പമില്ല, ഐശ്വര്യമായിട്ട് പോകുന്നു. പക്ഷെ ഇങ്ങനെ ഞാൻ ഈ ജനതകളോട് അല്ലെങ്കിൽ മക്കളോട് പറഞ്ഞു കൊടുത്തിരുന്നെങ്കിൽ ഞാൻ വരുന്ന തലമുറയെ ചതിക്കുമായിരുന്നു. അടുത്ത സെന്റൻസ്. എന്നാൽ ഇത് എങ്ങനെ മനസ്സിലാക്കണം എന്ന് ചിന്തിച്ചപ്പോൾ ദൈവത്തിന്റെ വിശുദ്ധ സ്ഥലത്ത് ചെല്ലുവോളം ഇത് എനിക്ക് ക്ലേശകരമായി അനുഭവപ്പെട്ടു. നമുക്കെല്ലാം അറിയേണ്ട ഒരു കാര്യമാണ് ഇത്. ഈ മനുഷ്യബുദ്ധി വെച്ച് നോക്കുമ്പോൾ നമ്മളും അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടുണ്ട്. അവർക്കൊരു കുഴപ്പമില്ല, ഗണപതിയെ വിളിക്കുന്നതിനും കുഴപ്പമില്ല, അള്ളാഹുവിനെ വിളിക്കുന്നതിനും കുഴപ്പമില്ല, അവരൊക്കെ നല്ല ഐശ്വര്യമാണ്, ഇഷ്ടംപോലെ പൈസ ഉണ്ടാക്കുന്നുണ്ട്, പ്രോസ്പെറിറ്റി ഉണ്ട്, അവർക്ക് ഇഷ്ടംപോലെ മൾട്ടിപ്ലിക്കേഷൻ ഉണ്ട്, സമ്പത്തുണ്ട്. അപ്പോൾ ഇങ്ങനെയെല്ലാം മനുഷ്യബുദ്ധി വെച്ച് നോക്കിയപ്പോൾ ഒരു സൊല്യൂഷനും കിട്ടിയില്ല ആസാഫിന്. എന്നാല് ദൈവസന്നിധി ചെന്നപ്പോൾ ഉത്തരം കിട്ടി. ഇങ്ങനെ വായിക്കുമ്പോൾ എന്നാൽ ഇത് എങ്ങനെ മനസ്സിലാക്കണം എന്ന് ചിന്തിച്ചപ്പോൾ ദൈവത്തിന്റെ വിശുദ്ധ സ്ഥലത്ത് ചെല്ലുവോളം ഇത് എനിക്ക് ക്ലേശകരമായി അനുഭവപ്പെട്ടു. അപ്പൊ നമ്മളും അറിയേണ്ട ഒരു കാര്യം, ഈ ലോകത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത കാര്യങ്ങൾക്ക് നമ്മുടെ ബുദ്ധി വെച്ച് സൊല്യൂഷൻ കണ്ടെത്താൻ പോയാൽ ഇത് ക്ലേശകരം എന്നല്ല, ഇമ്പോസിബിൾ ആയിരിക്കും. നമ്മൾ ഡിസപ്പോയിന്റഡ് ആകും, നമ്മൾ കൂടുതൽ നമുക്ക് സന്തോഷം സമാധാനം ഇല്ലാതാകും, ഡിസപ്പോയിന്റഡ് ആകത്തുള്ളൂ. എന്നാല് അപ്പോൾ ഞാൻ അവരുടെ അന്ത്യം ഗ്രഹിച്ചു. നീ അവരെ വഴിവെടുക്കുന്നിടത്ത് നിർത്തുന്നു നിശ്ചയം, നീ അവരെ നാശത്തിൽ വീഴ്ത്തുന്നു. എത്ര വേഗം അവർ സംഹരിക്കപ്പെട്ടിരിക്കുന്നു, കൊടും ഭീതികളാൽ നിശേഷം തുടച്ചു നീക്കപ്പെട്ടിരിക്കുന്നു. ഉണരുമ്പോൾ സ്വപ്നത്തെ എന്ന പോലെ കർത്താവെ, നീ ഉണരുമ്പോൾ അവരുടെ മായാരൂപങ്ങളെ പുച്ഛിക്കുന്നു. എന്റെ ഉള്ളം കലങ്ങി, എന്റെ ഹൃദയത്തിൽ കുത്തേറ്റപ്പോൾ ഞാൻ വിവരം കെട്ടവനും അജ്ഞനുമായിരുന്നു. നിന്റെ മുമ്പാകെ ഞാൻ ഒരു വന്യമൃഗമായിരുന്നു, എങ്കിലും ഞാൻ സദാ നിന്റെ കൂടെയായിരുന്നു. അപ്പൊ ഇതില് ആസാഫ് ഈ കാര്യങ്ങൾ ദൈവസന്നിധി ചെല്ലുന്നിടം വരെ ഇപ്പൊ നമ്മളും ഈ ശാപത്തെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, ഈ കർത്താവിനെ വിളിക്കാത്തവർക്കും കുഴപ്പമില്ലല്ലോ എന്ന് നമ്മൾ വിചാരിക്കുന്നത് ആസാഫിന്റെ പ്രീ റീച്ചിങ് ഓഫ് ദി ഗോഡാ. ദൈവത്തെ കുറിച്ച് അറിയാത്തപ്പോ ആസാഫിനുണ്ടായ സംശയം നമുക്ക് ഉണ്ടാകരുത്. കാരണം ഈ കർത്താവിനെ വിളിക്കാത്ത ഒരുത്തനും ഈ ഭൂമിയിൽ ഐശ്വര്യമായിട്ട് ജീവിക്കുന്നില്ല. നോ, ഇമ്പോസിബിൾ. കാരണം നമ്മൾ ഈ എന്താ പറയുന്നത്, സാധാരണ ലോകക്കാർ ജഡ്ജ് ചെയ്യുന്ന പോലെ അളക്കുന്നത് കൊണ്ടാണ് ദുഷ്ടരുടെ ഐശ്വര്യം നമ്മൾ കാണുന്നത്. പക്ഷെ അവരുടെ അന്ത്യം നമ്മൾ ചിന്തിക്കാത്തതുകൊണ്ട്, അല്ലെങ്കിൽ അവരുടെ കുടുംബത്തിന്റെ ഗതി നമ്മൾ ചിന്തിക്കാത്തതുകൊണ്ട്, ദൈവമില്ലാത്ത മനുഷ്യന്റെ തലമുറകൾ, അല്ലെങ്കിൽ ഇവിടെ പറഞ്ഞേക്കുന്ന കൊടും ഭീതികളാൽ നിശേഷം തുടച്ചു നീക്കപ്പെടുന്നു. അൺഎക്സ്പെക്ടഡ് കലാമിറ്റീസ്, സഡൻ കലാമിറ്റീസ്, അൺഎക്സ്പെക്ടഡ് തിങ്സ്. നമ്മൾ വായിക്കുന്നുണ്ട് പ്രോവേർബ്സ് 3 സുഭാഷിതം 3 അതിന്റെ 25 തുടങ്ങി വായിക്കുന്നു. പെട്ടെന്നുണ്ടാകുന്ന സംഭ്രമം മൂലമോ ദുഷ്ടന്മാർക്ക് വരുന്ന നാശം മൂലമോ നീ ഭയപ്പെടേണ്ട. കാരണം കർത്താവായിരിക്കും നിന്റെ ധൈര്യം, നിന്റെ കാൽ കുടുക്കിലാകാതെ അവൻ കാത്തുകൊള്ളും. അത് പറഞ്ഞിരുന്നുണ്ട്. അപ്പൊ ഈ സെയിം കാര്യങ്ങൾ തന്നെ ബൈബിളിൽ ത്രൂ ഔട്ട് സെയിം മെസ്സേജാ. പെട്ടെന്നുണ്ടാകുന്ന സംഭ്രമം മൂലം, ദുഷ്ടന്മാർക്ക് വരുന്ന നാശം മൂലം നീ ഭയപ്പെടേണ്ട. സ്വാഗതം കർത്താവിനുള്ള 24 ഇരിക്കുമ്പോൾ നിനക്ക് ഭയപ്പാടുണ്ടാകില്ല, കിടക്കുമ്പോൾ നിനക്ക് സുഖനിദ്രയുണ്ടാകും. പെട്ടെന്നുണ്ടാകുന്ന സംഭ്രമം മൂലമോ ദുഷ്ടന്മാർക്ക്. അപ്പൊ അവിടെ നമ്മൾ കണ്ടത് ഈ ലോകത്തിലെ മനുഷ്യർക്ക് ആസാഫ് കണ്ട് ദൈവസന്നിധി ചെന്നപ്പോൾ ദൈവം കാണിച്ചു കൊടുത്ത കാര്യം എന്താ? ഇവരുടെ നാശം സഡനാണ്, അൺഎക്സ്പെക്ടഡ് കലാമിറ്റീസിൽ അവർ വീഴുവാണ്. അപ്പൊ ഈ കാര്യങ്ങള് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഈ ശാപത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ചില്ലെങ്കിലും ഈ ദൈവം ഇല്ലാതെ അങ്ങ് ജീവിക്കാം, വലിയ കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് വിചാരിക്കുന്നത് നമ്മുടെ അജ്ഞതയും നമ്മുടെ അറിവില്ലായ്മയും ദൈവത്തിൽ നിന്ന് ഉത്തരം വാങ്ങിക്കാത്തതുകൊണ്ട്. അപ്പൊ ഈ ജെനസിസ് 3 നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, ഈ ശാപം എല്ലാം പറയുന്നതിന് മുമ്പ് ശാപത്തിനുള്ള സൊല്യൂഷൻ ദൈവം പറഞ്ഞു. അപ്പൊ എന്നും അന്നും ഇന്നും എന്നും ഈ ശാപത്തിനുള്ള സൊല്യൂഷൻ സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തല ചതയ്ക്കും. അതാണ് ഗലേഷ്യൻസ് 1:8 1 Corinthians 16:22. അതായത് കർത്താവായ യേശുവിനെ സ്നേഹിക്കുന്നതാണ് സുവിശേഷം. അതിനിപ്പോ നമ്മളതിന്റെ തിയറി ഒന്നും അറിയാത്ത ഒത്തിരി ആൾക്കാരുണ്ട്. ഇനിയിപ്പോ കർത്താവ് നമുക്ക് വേണ്ടി പാപപരിഹാര യാഗമായി തീർന്നു,
ലോകത്തിന്റെ പാപത്തെ വഹിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടായിരുന്നു, ഇതൊന്നും അറിയില്ല. പക്ഷെ കർത്താവിനെ സ്നേഹിക്കുന്ന, അത് കറക്റ്റായിട്ടുള്ള യേശുക്രിസ്തുവിനെ സ്നേഹിക്കുന്നതെങ്കിൽ ഈ തിയറി ഒന്നും അറിഞ്ഞില്ലെങ്കിലും അവർ രക്ഷിക്കപ്പെടും. ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ അവർക്കുണ്ടാകും. ഇപ്പൊ നമ്മൾ വായിക്കുന്ന ലൂക്കോസിന്റെ സുവിശേഷത്തിൽ 7-ാം അധ്യായത്തിൽ ആ പട്ടണത്തിൽ പാപിനിയായിട്ടുള്ള ഒരു സ്ത്രീ വന്ന് കർത്താവിന്റെ കാല് കണ്ണീര് കൊണ്ട് കഴുകി തലമുടി കൊണ്ട് തുടച്ചു. അവർക്ക് പാപക്ഷമ കൊടുത്തപ്പോ കർത്താവ് പറയുന്ന റീസൺ എന്താ? പോകും ബാബുവിനോട് ചോദിച്ചു ഓടുന്ന ഉത്തരം ഈ പ്രോവെർബ്സ് 12:23 ഈ ടോപ്പിക് മാറരുത്. വായിച്ചു പോകും. അതാണ് ഈ തോന്നുന്നു വായിച്ചു. വിവേകിയായ മനുഷ്യൻ തന്റെ അറിവ് ഒതുക്കി വയ്ക്കുന്നു, പോഷണോ തങ്ങളുടെ പോഷത്വം വിളംബരം ചെയ്യുന്നു. ബാബുവിനോട് ചോദിക്കും ഉത്തരം പറയുന്നവരാരാ? അല്ല, ബൈബിൾ സേസ്. അപ്പൊ ഇതില് ഈ കാര്യം അറിയാമെങ്കിലും അത് വിളിച്ചു പറയുന്നത് അറിവല്ല, പ്രത്യേകത എന്താ? അറിവേടാ, ഒന്ന് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ഇതൊരു ബൈബിൾ സ്റ്റഡിയാ. ബൈബിൾ സ്റ്റഡി എന്ന് പറയുമ്പോ there is a ടീച്ചർ. അപ്പൊ അതുകൊണ്ടാണ് ഈ സ്ത്രീകൾ പഠിപ്പിക്കരുതെന്ന് ബൈബിൾ എഴുതിയിരിക്കുന്നത്. കാരണം സ്ത്രീ പുരുഷന്റെ മേൽ അധികാരം ദൈവം അനുവദിച്ചിട്ടില്ല. ഉണ്ടോ? അതിന്റെ പല സയൻസ് നമുക്ക് ബൈബിളിൽ കാണാൻ പറ്റും. അതുകൊണ്ട് സഭയിൽ സ്ത്രീ എന്ത് ചെയ്യണം? മൗനമായിരിക്കട്ടെ എന്നല്ല, ശിരസ് മൂടണം എന്ന് പറഞ്ഞേക്കുന്നത്. ഇറ്റ്സ് എ സൈൻ ഓഫ് അതോറിറ്റി. മാലാഖമാരെ ആദരിച്ചെന്നൊക്കെ പറഞ്ഞേക്കുന്നത് അതുകൊണ്ടാണ്. കാരണം ബൈബിൾ എന്ന് പറഞ്ഞൊരു വ്യവസ്ഥയുള്ള ബുക്ക്. അല്ലാതെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് അത് ദൈവം ചെയ്യുന്നതെന്ന് വിചാരിക്കുന്നത് ഇറ്റ്സ് നോട്ട് എ റൈറ്റ് വേ. കാരണം ബൈബിൾ ഒരു ഡിസിപ്ലിന്റെ ബുക്കാണ്. ബൈബിൾ കാരണം നമുക്ക് ഒറ്റ സിലബസ് ഉള്ളൂ. ഇതിനകത്ത് എല്ലാം ഉണ്ട്. മനുഷ്യന് വേണ്ടത് എല്ലാം ഉള്ള ഒരു ഒറ്റ ബുക്ക് ലോകത്തിൽ വേറെ ഒന്നുമില്ല. ഉണ്ടോ? ഇല്ല. ജീവനും ഭക്തിക്കും വേണ്ടത് എല്ലാം, നമ്മുടെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യാനുള്ളത്, നമ്മുടെ മനസ്സ് ഡെവലപ്പ് ചെയ്യാനുള്ളത്, നമ്മുടെ ശരീരത്തിന് വേണ്ടത്, ബോഡി സോൾ ആൻഡ് സ്പിരിറ്റ്, മനുഷ്യന് ബോഡി സോൾ ആൻഡ് സ്പിരിറ്റ് എല്ലാത്തിനെയും പെർഫെക്റ്റ് ആക്കാനുള്ള എല്ലാം ഇതിനകത്തുണ്ട്. ഇല്ലേ? തീർച്ചയായിട്ടും ഉണ്ട്. അപ്പൊ നമ്മൾ ചോദിച്ചു പറഞ്ഞില്ല, ബാബു പറഞ്ഞില്ല, അവൾക്ക് പാപക്ഷമ കിട്ടിയത് എങ്ങനെയാ? അവൾക്ക് പാപക്ഷമ കിട്ടിയത് അവളോട് കർത്താവ് പറഞ്ഞു, നീ ഏറെ സ്നേഹിച്ചു, അതുകൊണ്ട് നിന്റെ നിരവധിയായ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. നമ്മുടെ ജീവിതം വളരെ സിമ്പിളാണ്. ക്രിസ്ത്യ ജീവിതം നമ്മൾ എത്ര കൂടുതൽ കർത്താവിനെ സ്നേഹിക്കുന്നു, ഇവിടെ ഇരിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ കർത്താവിനെ സ്നേഹിക്കുന്ന ആരാ പോകും? അതെ, പറയാതെ ആർക്കും അറിയില്ല. പക്ഷെ അതിൽ ഏറ്റവും കൂടുതൽ കർത്താവിനെ സ്നേഹിക്കുന്ന ഒരാളുണ്ട് ഇതിനകത്ത്. മുമ്പന്മാർ പലരും ബിംബന്മാരായിരിക്കും. ബട്ട് ലോർഡ് നോസ് ദി ഹാർട്ട്. ഹൃദയങ്ങളെ ശോധന ചെയ്ത് ഹൃദയത്തിന്റെ പരമാർത്ഥതയിൽ സന്തോഷിക്കുന്നതിന് ദൈവം. അപ്പോ നമ്മളെ സംബന്ധിച്ച് ശാപത്തിൽ നിന്നുള്ള വിടുതല നമ്മൾ ചിന്തിക്കുന്നത്. അപ്പൊ കർത്താവിനെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നവർക്ക് ഇനി കർത്താവിനെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നുണ്ടോന്ന് നമുക്ക് ടെസ്റ്റ് ചെയ്യാനായിട്ട് ദൈവം ഒരു ടെസ്റ്റ് വെച്ചിട്ടുണ്ട്. എന്താ? അതെ, അവന്റെ കൽപ്പനകൾ പാലിക്കുന്നവർ കർത്താവിനെ സ്നേഹിക്കുന്നു. കർത്താവിനെ സ്നേഹിക്കാത്തവൻ അവന്റെ കൽപ്പന പാലിക്കുന്നില്ല. അല്ലാതെ ഒരു എന്താ പറയുന്ന ഒരു അൺഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു കാര്യമല്ല കർത്താവിനെ സ്നേഹിക്കുക എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ചിന്തിച്ചത് ഈ ലോകത്തിലെ മനുഷ്യരെല്ലാം ശാപഗ്രസ്തരാണ്. പക്ഷെ അവർക്കൊരു കുഴപ്പമില്ല. അതുകൊണ്ട് ഈ കർത്താവിനെ കൂടാതെ അങ്ങ് ജീവിച്ചാലും വലിയ കുഴപ്പമില്ല എന്ന് നമ്മൾ ഒരിക്കലും ചിന്തിക്കരുത്. നോ. അപ്പൊ ലെറ്റസ് കമ്പാരിറ്റ് കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചത്, അപ്പോൾ ശാപം കയറി വരുന്ന ഫസ്റ്റ് ചാനൽ മറക്കരുത്, ദൈവമായിട്ടുള്ള ബന്ധത്തിലാണ്, വേറെ ദൈവത്തെ വെക്കുന്നതാണ് ഫസ്റ്റ് ചാനല്. സൊല്യൂഷൻ സുവിശേഷമാണ്. അതുകൊണ്ട് വേറൊരു സുവിശേഷം കൊടുക്കുന്നവര് കള്ള സുവിശേഷക്കാർക്ക് കിട്ടുന്ന ശാപങ്ങള് ലെറ്റ് ദം ബി അക്കേഴ്സ്ഡ് ആണ്. അക്കേഴ്സ്ഡ് എന്ന് പറഞ്ഞാൽ ഒരു സൊല്യൂഷനും ഇല്ല. നമ്മൾ ഈ സുവിശേഷത്തിന്റെ കാര്യത്തിൽ ഇതിന്റെ ആക്യുറസിയെ കുറിച്ച് നമ്മൾ എത്ര ഗൗരവമുണ്ട്. സുവിശേഷത്തിൽ ഇത്തിരി മാറ്റം വരുത്തിയാലും നമുക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. നോ. പക്ഷെ അതാണ് പൗലോസ് പറയുന്ന ആ വേർഡ് ഒന്ന് ആലോചിച്ചത്. ഈ ബൈബിളിൽ നമ്മൾ ചിന്തിക്കുമ്പോഴേ നമ്മൾ പലപ്പോഴും ഒരു ചെറിയ അഡീഷൻ അല്ലെങ്കിൽ ഒരു ചെറിയ ഡിപ്ലീഷൻ അത്ര ഗൗരവം കൊടുക്കാറില്ല. ഇപ്പോ ഈ പരിച്ഛേദനത്തിന് എതിരായിട്ട് പൗലോസ് ഒത്തിരി വാദിച്ചു. എന്നാൽ ഒരു നിസ്സാര സംഭവം നമ്മൾ പറയില്ലേ, തൊലിപ്പുറത്തുള്ള ഒരു കേസ് എന്ന് പറയുന്ന പോലെ, പത്രോസ് അന്ത്യോക്യയിൽ വന്നപ്പോ ഈ പരിച്ഛേദനവാദികളെ ഭയന്നിട്ട് ഈ എന്താ പറയുക ജെന്റൈൽ ബിലീവേഴ്സിന്റെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചില്ല. ഇത് നമുക്കൊരു ടോട്ടലി ഒരു എക്സ്റ്റേണൽ സംഭവമാണ്. ഇത് സുവിശേഷത്തിന്റെ ബേസിക് ടീച്ചിങ്സുമായിട്ടൊന്നും ഇതിനൊരു ബന്ധമില്ല. പക്ഷെ പൗലോസ് എതിർത്തുന്നുള്ളതല്ല, പൊട്ടിത്തെറിച്ചു. എല്ലാവരുടെയും സമക്ഷം വെച്ച്
എല്ലാവരുടെയും മുമ്പിൽ വെച്ച് കേപ്പായ ഫയർ. അപ്പൊ നമുക്ക് അതാ നമ്മൾ ചില കാര്യങ്ങൾ കുഴപ്പമില്ലാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ ലൈറ്റായിട്ട് നമുക്ക് സുവിശേഷത്തോട്, അത് ക്രിസ്തുവിന്റെ സുവിശേഷത്തിൽ നടക്കുന്ന കാര്യമല്ല. ക്രിസ്തു യേശുവിൽ ജാതിയെന്നോ ഗ്രീക്കുകാരനെന്നോ സ്ത്രീയെന്നോ പുരുഷനെന്നോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് പൗലോസ് ആ സുവിശേഷത്തിന് വേണ്ടിയിട്ട് ഉള്ള ആ ഫൈറ്റിങ് അത് നമുക്കില്ലെങ്കിൽ എന്താ പറയുന്നത്, നമുക്ക് ഈ കഴ്ചയിൽ നിന്നുള്ള വിടുതൽ ടോട്ടലായിട്ട് നമുക്കുള്ള ഡെലിവറൻസ് കിട്ടത്തില്ല. കാരണം സുവിശേഷ നമ്മളെ ശാപത്തിൽ നിന്ന് രക്ഷിച്ചത്. പൗലോസ് നമുക്ക് അവിടെ ഇങ്ങനെയല്ലേ എഴുതിയേക്കുന്നത്, രഹസ്യത്തിൽ അങ്ങോട്ട് കടന്ന ചില കപട സഹോദരന്മാർ ക്രിസ്തുവിലുള്ള സ്വാതന്ത്ര്യത്തെ ഇല്ലാതാക്കാൻ പരിശ്രമിച്ചു. പൗലോസ് പറയുന്നത് ഒരു നിമിഷം പോലും ഞാൻ ആ കാപട്യത്തിന് വഴിപ്പെട്ടില്ല. നമുക്ക് നമ്മുടെ ഇടയിലുള്ള സുവിശേഷങ്ങളെ കുറിച്ച് ചിലർ സ്വർണ്ണം ഇടാന്ന് പഠിപ്പിക്കും, സ്വർണ്ണം ഇടില്ല എന്ന് പഠിപ്പിക്കും, ചിലർ പാസ്റ്റർ എന്ന് വിളിക്കും, ചിലർ പാസ്റ്ററിനെ എന്താ പറയുക അഭിഷേകം ചെയ്യും, പാസ്റ്ററായിട്ട് ഓർഡിനേഷൻ കൊടുക്കും. പിന്നെ കല്യാണത്തിനാണെങ്കിൽ രാഷ്ട്രീയക്കാരിരിക്കുന്ന പോലെ സ്റ്റേജിൽ ഒരു 150 പേരിരിക്കും, കൺവെൻഷന് പോയി അങ്ങോട്ട് ഇരിക്കും. ഇതൊന്നും കണ്ടാൽ നമുക്കൊരു ഫീലിംഗും ഇല്ല നമുക്ക്. കാരണം നമ്മൾ ഈ ശാപത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കണമെങ്കിൽ പൗലോസിനുണ്ടായിരുന്ന തീഷ്ണത നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായേ പറ്റൂ. സുവിശേഷത്തിന് എഗൻസ്റ്റ് ആയിട്ടുള്ള വയലേഷൻ കാണുമ്പോൾ അതിനെതിരെ നമുക്കൊരു ഹൃദയത്തിലൊരു എരിവില്ല. അവന്റെ ദേവാലയത്തെ കുറിച്ചുള്ള തീഷ്ണത എന്നെ വിഴുങ്ങിക്കളഞ്ഞു, കർത്താവിനെ വിഴുങ്ങിയ പോലെ നമ്മളെ ഈ തീഷ്ണത വിഴുങ്ങുന്നില്ലെങ്കിൽ നമുക്ക് ഈ ദൈവം വിഭാവന ചെയ്ത എല്ലാ വിടുതലും പ്രാപിക്കാൻ പറ്റത്തില്ല. അപ്പൊ ദൈവത്തെക്കുറിച്ചുള്ളത് എത്ര പറഞ്ഞാലും തീരാത്ത ടോപ്പിക്. ദെൻ നെക്സ്റ്റ് ജസ്റ്റ് അതെല്ലാം ചിന്തിച്ചിട്ട് വീൽ 1 by 1 ആയിട്ട് ചിന്തിക്കാം. രണ്ടാമത് പറഞ്ഞേക്കുന്നത് എന്താ, ശാപം കടന്നു വരുന്ന ചാനല് Deuteronomy 27 തന്നെ, അത് നോക്കിയാൽ മതി. കാരണം ഇത് അതുപോലെ ഒരു കാര്യം കൂടെ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ഓർമ്മിക്കണം. ഞാൻ ഇതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ എപ്പോഴും ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നത്, പൊതുവെ നമ്മൾ വിചാരിച്ചേക്കുന്ന ഈ കഴ്സ് എന്ന് പറയുന്ന ഒരു ഓൾഡ് ടെസ്റ്റാമെന്റ് ഫിനോമിനയാണ് അല്ലേ? പൊതുവെ അത് ശാപവും അനുഗ്രഹമൊക്കെ പഴയ നിയമത്തിലെ പുതിയ നിയമത്തിലില്ല. ബട്ട് യു സി ന്യൂ ടെസ്റ്റാമെന്റ് എടുക്കുമ്പോൾ ഇപ്പൊ പൗലോസിന്റെ അതിൽ കണ്ടു, ലെറ്റ് ഹിം ബി അക്കഴ്സ്ഡ്. ദെൻ കർത്താവ് പറഞ്ഞു, നിങ്ങളെ ശപിക്കുന്നവരെ നിങ്ങൾ അനുഗ്രഹിക്കുക. പത്രോസിന്റെ ലേഖനത്തിൽ പത്രോസ് പറഞ്ഞു, കഴിഞ്ഞ ദിവസം ചിന്തിച്ചതാ, അതായത് അങ്ങനെയല്ല, അതെ, നിങ്ങൾ ശപിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ഇങ്ങനെ അനുഗ്രഹം നേടാനാണ് നിങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്നത്. അതായത് നമ്മൾ ഇൻഹെർട്ട് ചെയ്യേണ്ടത് അനുഗ്രഹമാണ്, കഴിച്ചല്ല. ദെൻ കർത്താവ് യേശുവിനെ സ്നേഹിക്കാത്തവൻ, ഞാൻ പറഞ്ഞത് ന്യൂ ടെസ്റ്റാമെന്റിൽ വെൽ ഡെൽറ്റ് വിത്ത് ടോപ്പിക് ആണ്. ദെൻ കള്ളസുവിശേഷത്തെ കുറിച്ച് പൗലോസ് പറഞ്ഞു ഗലേഷ്യൻസിൽ. ദെൻ പത്രോസ് 2 Peter 2:14 ഒന്നും വായിക്കുന്നതല്ല. കാരണം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാ. അത് കഴിഞ്ഞിട്ട് എല്ലാം പ്രധാനപ്പെട്ടതാണ്. ബട്ട് ഇത് 2 Peter 2:14 എന്ന് വായിച്ചു. ഇവരുടെ കണ്ണുകളിൽ വ്യഭിചാരേച്ഛയും പാപത്തിന്റെ തീരാദാഹവും നിറഞ്ഞു നിൽക്കുന്നു. ചഞ്ചല മനസ്കരെ ഇവർ വശീകരിക്കുന്നു. ദ്രവ്യാഗ്രഹത്തിൽ സുശിക്ഷിതമാണ് ഇവരുടെ ഹൃദയങ്ങൾ. ശപിക്കപ്പെട്ട സന്തതികൾ. ഇറ്റ്സ് ന്യൂ ടെസ്റ്റമെന്റ് 2 Peter 2:14. ഇത് ആരെ കുറിച്ച് പറഞ്ഞു ജോലി? 2 Peter chapter 2, അതായത് ഡീലിംഗ് ഓൺലി വിത്ത് ഫാൾസ് പ്രൊഫറ്റ്, അതായത് സുവിശേഷത്തിൽ മായം ചേർക്കുന്നത് കള്ള സുവിശേഷത്തെ കുറിച്ചാണ്. അവരെ കുറിച്ച് ഗലേഷ്യൻസില് പൗലോസ് പറഞ്ഞു, ഇവിടെ പത്രോസ് ശപിക്കപ്പെട്ട സന്തതികൾ. ഇത് ന്യൂ ടെസ്റ്റമെന്റ് വേർഡുകളാണ്, ശപിക്കപ്പെട്ട സന്തതികൾ. അപ്പോൾ ലെറ്റ് us come back to Deuteronomy 27. ഞാനത് ഒന്ന് കൺസൈസ് ആക്കിയിട്ടുണ്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. അപ്പൊ ഈ ശാപത്തെ അത് നമ്മൾ കണ്ട് ദൈവമായിട്ടുള്ള ബന്ധത്തിൽ ആ ഓർഡറിൽ തന്നെ ചിന്തിക്കുന്ന നല്ലത്. കാരണം ബൈബിളിൽ ഒരു ഓർഡർ എഴുതിയാൽ ഇപ്പൊ 1-ാം കൽപ്പന എന്ന് എഴുതിയത് 1-ാം കൽപ്പന തന്നെയാണ് അല്ലേ? അതെ. കാരണം 2-ാം കൽപ്പന അതുപോലെ തന്നെയാണെങ്കിലും 1-ാം കൽപ്പന അത് ദൈവമായിട്ടുള്ള ബന്ധത്തിൽ. സെയിം വേ ആദ്യം ദൈവമായിട്ടുള്ള ബന്ധത്തിൽ, രണ്ടാമത് പറഞ്ഞേക്കുന്ന ആരുമായിട്ടുള്ള ബന്ധത്തിലാണ് ശാപം വരുന്നത്? മാതാപിതാക്കളുമായിട്ടുള്ള ബന്ധത്തിൽ. നോക്ക് 16-ാം സെന്റൻസ്, മാതാപിതാക്കളെ നിന്ദിക്കുന്നവന് ശാപം. അപ്പൊ ഇതില് ഈ നിയമത്തിൽ ഈ എഴുതിയേക്കുന്ന അല്ലെങ്കിൽ ഹെഡിങ്ങിന്റെ അണ്ടറിൽ ത്രൂ ഔട്ട് ദി ബൈബിൾ നമുക്ക് കാണാൻ പറ്റും. നമ്മൾ ചിന്തിക്കാറുള്ള എക്സോഡസ് 21:17 തുടങ്ങി വായിക്കുമ്പോൾ പൗന്ന് വായിക്കും. അപ്പനെയോ അമ്മയെയോ ശപിക്കുന്നവൻ വധിക്കപ്പെടണം. അതിന്റെ 15 തുടങ്ങി വായിച്ചു. അപ്പനെയോ അമ്മയെയോ അടിക്കുന്നവൻ വധിക്കപ്പെടണം.
ഒരു മനുഷ്യനെ മോഷ്ടിക്കുന്നവൻ, മോഷ്ടിച്ചു വിൽക്കുകയോ കൈവശം വെച്ചുകൊണ്ടിരിക്കുകയോ ചെയ്യുന്നവൻ മരണശിക്ഷ അനുഭവിക്കണം. അപ്പനെയോ അമ്മയെയോ ശപിക്കുന്നവൻ വധിക്കപ്പെടണം. അതെ, അപ്പൊ നമ്മൾ ചിന്തിച്ചത് രണ്ടാമത് ശാപം കടന്നു വരെ ചാനലുമായിട്ട് എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യം, മാതാപിതാക്കളുമായിട്ട് റൈറ്റ് റിലേഷൻ ഇല്ലെങ്കിൽ സകല ദൈവാനുഗ്രഹവും ബ്ലോക്ക് ആവും. നമ്മളെല്ലാവരും ഓർത്തിരിക്കുന്ന ഒരു കാര്യം. ഇനി അപ്പനും അമ്മയും ജീവിച്ചിരിക്കാത്തവരാണെങ്കിൽ അതിനു മുമ്പ് ബ്രോക്കൺ റിലേഷൻ ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ദൈവത്തോട് ക്ഷമ ചോദിക്കുകയും മാനസാന്തരപ്പെടുകയും ചെയ്തില്ലെങ്കിൽ ഒരു ദൈവാനുഗ്രഹം നമ്മുടെ ജീവിതത്തിലോട്ട് വരത്തില്ല. നമ്മൾ കഴ്സ്ഡായിട്ട് തന്നെ തുടരും. കാരണം ഈ കഴ്സ് നീങ്ങണമെങ്കിൽ നമ്മൾ ചിന്തിച്ചത് കർത്താവ് പരിഹാരം ചെയ്തു, പക്ഷെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് പോകണമെങ്കിലോ, കർത്താവ് എല്ലാവർക്കും വേണ്ടി മരിച്ചു, നമ്മൾ രക്ഷിക്കപ്പെടണമെങ്കിലോ എന്ന് പറഞ്ഞേക്കുന്ന പോലെ. അതെ, പരിഹാരം എന്ന് പറഞ്ഞേക്കുന്നത് ഈ റെസ്റ്റിറ്റ്യൂഷൻ ചെയ്ത് വിശ്വസിച്ചാലേ നമുക്ക്, അതാ മാനസാന്തരപ്പെട്ടാലേ കിട്ടൂ. ഈ ഡ്യൂട്രോമി അല്ല, പ്രോവേർബ്സ് 28:13 വായിക്കുമ്പോൾ, കാരണം നമുക്കിത് എഴുതി തള്ളാവുന്ന ഒരു ടോപ്പിക് അല്ല, ഇത് നമ്മുടെ മധ്യേ ഉള്ള ഒരു ടോപ്പിക്കാണ്. അപ്പൊ നോക്കിയോ 28:13 തന്റെ അതിക്രമങ്ങൾ മറച്ചു വയ്ക്കുന്നവൻ ഐശ്വര്യം പ്രാപിക്കില്ല, അവ ഏറ്റു പറഞ്ഞു വർജിക്കുന്നവനോ കാരുണ്യം ലഭിക്കും. ഇംഗ്ലീഷ് വായിക്കാം. അതെ, അപ്പൊ ഇതില് ഈ അത് കൺഫസ് ചെയ്ത് ഫോഴ്സേക്ക് ചെയ്താലേ നമുക്ക് ദൈവത്തിൽ നിന്ന് മേഴ്സി കിട്ടത്തുള്ളൂ. അപ്പൊ കൺഫസ് ചെയ്താൽ മാത്രം മതിയോ? യൂദാസ് കൺഫസ് ചെയ്തു, ഈ കുറ്റമില്ലാത്ത രക്തം ഒറ്റപ്പെടുത്തിൽ ദുഃഖിച്ചു, പക്ഷെ റൈറ്റ് സ്ഥലത്തേക്ക് പോയത് പുരോഹിതന്മാരുടെ അടുത്തേക്കാണ് പോയത്. ഇന്നും അങ്ങനെ തന്നെയാണ്. നമ്മൾ കൺഫസ് ചെയ്യാനായിട്ട് പുരോഹിതന്മാരുടെ അടുത്തേക്ക് പോകുന്നവരുടെ ഗതി, എറ്റേണലി ഗതി ആരുടെ ഗതിയായിരിക്കും? യൂദാസിന്റെ ഗതിയായിരിക്കും. അപ്പൊ അതിക്രമങ്ങൾ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കണം. ഈ ഏറ്റുപറയാൻ മനുഷ്യന് ലജ്ജ. നമുക്ക് എന്തെങ്കിലും തെറ്റ് പറ്റിയാൽ അത് മനുഷ്യന് മടിയാ പൊതുവെ കാരണം ഇതിന്റെ പിന്നിൽ വലിയ അനുഗ്രഹം ഉള്ളതുകൊണ്ടാണ് മനുഷ്യൻ ഏറ്റുപറയത്തില്ല, കൺഫസ് ചെയ്യത്തില്ല പബ്ലിക്കായതുകൊണ്ട് എന്ന് പറഞ്ഞേക്കുന്നത്. പബ്ലിക്കായിട്ട് കൺഫസ് ചെയ്യേണ്ടാത്ത കാര്യം കൺഫസ് ചെയ്യണം എന്നുള്ള അർത്ഥത്തിലല്ല. അപ്പൊ നമുക്കൊരു വീഴ്ച പറ്റി, അല്ലെ നമുക്കൊരു എന്താ പറയുന്നത്, പല കാര്യങ്ങളും. ഇപ്പൊ ഞാൻ അടുത്ത് ഓർമ്മിച്ചൊരു കാര്യമാണ്, ജോലിന് കുറെ ബാലശിക്ഷ കിട്ടിയ കാര്യം ജോലി പറഞ്ഞു. അതെല്ലാവർക്കും അനുഗ്രഹം, കളിക്കാൻ പോകുന്ന കളിയായിട്ടുള്ള ബന്ധത്തില്ല. അപ്പൊ അതിനെക്കുറിച്ച് പലരും പല കമന്റ് പറഞ്ഞു. എൻ്റെ അടുത്ത് പറഞ്ഞ കാര്യമാണ്, അതായത് ഈ കളിയൊന്നും കുഴപ്പമില്ലാത്ത കാര്യമാണ് അത്. പക്ഷെ ജോലിനോട് ചോദിച്ചപ്പോ അത് അറിയില്ല, പറയോ കളി നമ്മള് കൺട്രോൾ ഇല്ലാത്ത കളി കർത്താവിന് ഇഷ്ടമാണോ? അതേ പറഞ്ഞു. അപ്പൊ ഈ വേറൊരാളുടെ ഫെയിലിയറിൽ നിന്ന്, അപ്പൊ അതാ സാക്ഷ്യം പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും അറിയാൻ പറ്റി. അപ്പൊ നമ്മുടെ ജീവിതത്തിലെ മറ്റുള്ളവർക്ക് ഉപകാരപ്രദമായിട്ടുള്ള പല സാക്ഷ്യങ്ങളും നമ്മുടെ ഫെയിലിയർ ആയിട്ട് വരുന്ന പല സാക്ഷ്യങ്ങളും ആൾക്കാർ പറയില്ല. അപ്പൊ അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ അതിൽ നിന്നുള്ള ഡെലിവറൻസ് കിട്ടുന്നില്ല. പറഞ്ഞ് ഉപേക്ഷിക്കുന്ന അവർക്ക് എന്ത് കിട്ടുന്ന ആശ്വാസം കിട്ടും, അനുഗ്രഹം കിട്ടും. അപ്പൊ ഈ മാതാപിതാക്കളുമായിട്ടുള്ള ചാനലിലാണ് ശാപം കടന്നു വരുന്നൊരു കാര്യം. അത് ബൈബിളിൽ ഇഷ്ടം പോലെ എക്സാമ്പിളുകളുണ്ട്. വേറെ എക്സാമ്പിൾ എന്താ? കാരണം ഇതെല്ലാം ലിറ്ററലി ഡെമോൺസ്ട്രേറ്റഡ് ആയിട്ടുണ്ട് ബൈബിളിൽ. മാതാപിതാക്കളുമായിട്ടുള്ള കാര്യത്തിൽ ശാപം കടന്നു വന്നേക്കുന്നതിന്റെ നമ്മൾ അടുത്ത ദിവസം ചിന്തിച്ചതാ. ഏതാ കായനാബേലല്ല, മറ്റേ നോഹിന്റെ കുടുംബത്തിൽ. ഓക്കെ, അപ്പൊ അതിനകത്തൊരു സംശയം ആൾക്കാർ ചോദിച്ചതാണ്. അപ്പൊ അതൊന്ന് ചിന്തിക്കുന്നതല്ല. അവിടെ നോഹ ശപിച്ചതാരാ? കാനാന്യ. എന്താ പറയുക എന്റെ കാരണം? കാനാന്യ അല്ല, ഇതിനകത്ത് മോസ്റ്റ് പ്രോബബ്ലി ഇത് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ഫ്ലഡ് ആണ് സംഭവം, അല്ലെ? ഇമ്മീഡിയറ്റ്ലി എന്ന് പറഞ്ഞാൽ കൃഷിയൊക്കെ ചെയ്ത് മുന്തിരിയൊക്കെ ഉണ്ടായി തന്നെ കുറെ കാലം വേണം. അപ്പൊ ഇതിനകത്ത് ഇത് എഴുതിയതാരാന്ന് ഓർക്കണം. എഴുതിയതാരാ? മോശയാണ്. പ്രോബബ്ലി ആഫ്റ്റർ 2500 years ഈ സംഭവം നടന്ന് റഫ്ലി 2500 വർഷങ്ങൾക്ക് ശേഷമാണ് മോശ ഇത് എഴുതിയേക്കുന്നത്. ഇത് എഴുതുന്ന സമയത്ത് നമുക്കറിയാം കാനാനിലുള്ളവർക്ക്, കാനാനിൽ നിന്ന് അവരെ പുറത്താക്കിയിട്ട് ഇസ്രായേൽക്കാർക്ക് ആ സ്ഥലം കൊടുക്കുന്നതാണ് അതിന്റെ സാഹചര്യം. അപ്പൊ ഈ 2500 വർഷം കഴിഞ്ഞിട്ട് അപ്പൊ ഈ ഹാമിന്റെ ഡിസെൻഡൻസ് ദേ ബിക്കെയിം നോൺ ആസ് കാനൈറ്റ്സ്. അതിനിടയിൽ ഒത്തിരി പല പേരിലുള്ള ഒത്തിരി ആൾക്കാർ വന്ന് ജീവിച്ചിട്ടുണ്ട്. പക്ഷെ ഡിസെൻഡൻസ് അറിയപ്പെട്ടത് ഹാമിന്റെ പേരിലല്ല. ഇത് മോശമൊന്നും ചെയ്തതല്ല, ദൈവമൊന്നും ചെയ്തതല്ല, അറിയപ്പെട്ടത് ഹാമിന്റെ പേരിൽ. ഇപ്പൊ സേ ഫോർ എക്സാമ്പിൾ ഇസ്രായേലിന് 12 ആമക്കൾ, അല്ല അതെ 12 ആമക്കൾ ഉണ്ടായിരുന്നു. അതില് അവരുടെ ഡിസെൻഡൻസ് അറിയപ്പെട്ടത് ഇസ്രായേലിന്റെ പേരിൽ, അതെ യാക്കോബിന്റെ പേരിലാണ്. പിന്നീട്
ആ മക്കളുടെ രാജ്യം തിരിഞ്ഞപ്പോൾ അറിയപ്പെട്ടത് യഹൂദ എന്ന് അറിയപ്പെട്ടു. അല്ലൊരു മോന്റെ പേരിൽ അറിയപ്പെട്ടു അല്ലേ? ഇസ്രായേലിനും യഹൂദ എന്നും തിരിഞ്ഞ്. അപ്പൊ ഈ യഹൂദ എന്ന് തിരിഞ്ഞത് അത് കഴിഞ്ഞിട്ട് പിന്നീട് എത്രയോ രാജാക്കന്മാർ വന്നു. നല്ല ദാവീദ് വന്നു, സോളമൻ വന്നു. ഇതെല്ലാ സമയത്തും രാജ്യം യഹൂദ എന്ന് അറിയപ്പെട്ടെ. സെയിം വേ ഈ നമുക്ക് അങ്ങനെ ഒരു സംശയം തോന്നുന്നു, ഹാമിനെയാണല്ലോ ഹാമിനെ ശപിക്കാൻ, അല്ലെ ഹാമിനെ അല്ല ശപിച്ചേക്കുന്നത്, ഖാനാനെയാണല്ലോ ശപിച്ചേക്കുന്നത്. ഇത് ആക്ച്വലി ഇറ്റ് ഈസ് നോട്ട് ദി പേഴ്സൺ ഖാനാൻ. ആ ഡിസെൻഡൻസിനെ എല്ലാം കൂടി അല്ലെങ്കിൽ ഹാമിന്റെ ഡിസെൻഡൻസ് ശപിക്കപ്പെട്ടെന്നുള്ള അതാണ് അതിന്റെ അർത്ഥം. കാരണം ഇത് എഴുതപ്പെട്ടേക്കുന്നത് ആഫ്റ്റർ 2500 years. മോശ ഇത് എഴുതുന്ന സമയത്ത് കാനാൻ അല്ലെങ്കിൽ കാനാനിലുള്ള ആ സ്ഥലം വീണ്ടും ഇസ്രായേൽക്കാർക്ക് കൊടുത്തേക്കുക. അപ്പൊ അതിനകത്ത് ഈ ഹാം പാപം ചെയ്തിട്ട് ഹാമിന്റെ മോനെ പേരെടുത്ത് നോഹ് ശപിച്ചെന്നുള്ള അർത്ഥത്തിലല്ല. കാരണം നമ്മൾ ഇത് സെൻസിബിൾ ആയിട്ടൊന്ന് മനസ്സിലാക്കണം. കാരണം ഹാമാണ് പാപം ചെയ്തത്, നോഹ് അട്ടർ ചെയ്തത് കാനാന്റെ പേരിലാണ് എന്നുള്ളതിലല്ല. ഇത് എഴുതിയേക്കുന്ന സമയത്ത് മോശയുടെ ഒബ്സർവേഷൻ ആണ്. ഡിസെൻഡൻസ് ശപിക്കപ്പെട്ടു, അല്ലെ ഹാമിന്റെ സന്താന പരമ്പരയെ ആര് ശപിച്ചു? നോഹ് ശപിച്ചു. നമുക്ക് സംശയം തോന്നാവുന്ന ഒരു സ്ഥലമായതുകൊണ്ട് ഞാൻ പറഞ്ഞെന്നുള്ളത്. കാരണം ഇത് എഴുതുന്നത് ആഫ്റ്റർ 2500 years എഴുതിയേക്കുന്നത്. കാരണം ഇറ്റ് ഈസ് എക്സ്ക്ലൂസീവ് റെവലേഷൻ ആണ് മോശയ്ക്ക്. അല്ലെ എങ്ങനെ അറിയാനാ മോശ? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അത്ഭുതകരമായിട്ട് ഇപ്പം ഉൽപ്പത്തി 1-ാം അധ്യായം എഴുതിയേക്കുന്ന പോലെ തന്നെയാണ് ലോകം വെള്ളത്താൽ മൂടപ്പെട്ട് കിടന്നു. മോശ കണ്ടിട്ടില്ല, കണ്ടിട്ടുണ്ടോ? അതെല്ലാം എന്താ പറയുന്നത്, ചിന്തിക്കാൻ പറ്റാത്ത ഇൻസ്പിറേഷനാണ് ഹോളി സ്പിരിറ്റിന്റെ ആ സംഭവങ്ങൾ. അല്ലെങ്കിൽ ഏതൻ തോട്ടത്തില് സർപ്പത്തിന്റെ കാര്യങ്ങളല്ല. അതാണ് ബൈബിളിന്റെ യൂണീക്നെസ്. എവരി സ്ക്രിപ്ചർ ഈസ് ഗോഡ് ബ്രീത്ത്ഡ് ആണ്. അപ്പൊ ഈ മാതാപിതാക്കളുമായിട്ടുള്ള ഇത് അതിന്റെ ഡെമോൺസ്ട്രേഷൻ ഉണ്ട്. അടുത്തതായിട്ട് ശാപത്തിന്റെ ചാനലായിട്ട് എഴുതിയേക്കുന്നത് അടുത്തെന്താ സ്ഥലം നോക്കി, അടുത്ത ആ ഓർഡറിൽ തന്നെ നോക്കുന്നതല്ലോ. അതെ, നെയ്ബേഴ്സ് പ്രോപ്പർട്ടി. അതെ, അയൽക്കാരന്റെ അതിരുകല്ല് മാറ്റുന്നവന് ശാപം. അപ്പോ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, ഇത് ന്യൂ ടെസ്റ്റമെന്റിൽ പറഞ്ഞിരിക്കുന്നത് ഇതിന്റെ റെമഡി എന്ന് പറയുന്നത് കണ്ടന്റ്മെന്റ് വിത്ത് ഗോഡ്ലിനെസ് വിത്ത് കണ്ടന്റ്മെന്റ്. അതാ ശാപത്തിൽ നിന്ന് വിടുവിക്കുന്നത്. അതേസമയം ഈ അതിർത്തിക്കല്ല് മാറ്റുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? സംതൃപ്തി ഇല്ലാത്തവൻ അതിർത്തിക്കല്ല് മാറ്റാൻ പോകുന്നത്. അപ്പൊ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, മറ്റുള്ളവരുടെ പ്രോപ്പർട്ടി, ഡോണ്ട് ഡിസയർ നെയ്ബേഴ്സ് പ്രോപ്പർട്ടി. അന്യന്റെ വസ്തുക്കൾ മോഹിക്കരുത്. അല്ലെ അങ്ങനെ മോഹിച്ചാല് എന്തുവരും? ശാപം വരും. നമുക്ക് നമ്മള് ഇതൊക്കെയാണ് ഈ കള്ള സുവിശേഷത്തിൽ ഞാൻ കേട്ടിട്ടുണ്ട്. പല സുവിശേഷകരുടെയും കേട്ടിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട്. ശരി, നമുക്കൊരു സ്ഥലം ഇഷ്ടപ്പെട്ടു. ആ സ്ഥലത്തിനകത്ത് കയറിയിട്ട് ഒരു 10 പൈസ അവിടെ മണ്ണിലേക്ക് ഇട്ട് കുഴിച്ചു വെച്ചിട്ട് കൈവച്ച് പ്രാർത്ഥിച്ചു, ഈ സ്ഥലം എനിക്ക് വേണം. അല്ലെ അതിന് ചുറ്റും നടന്ന് പ്രാർത്ഥിച്ചു. അതൊക്കെ ഇവര് സുവിശേഷം പറഞ്ഞ് ഈ കേൾക്കുന്നവർക്ക് നേടിക്കൊടുക്കുന്ന അനുഗ്രഹമാണ് ശാപമാണ്. ശാപം നേടിക്കൊടുക്കുന്നു. ആലോചിച്ച് നോക്ക്. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്ന അടുത്ത ശാപത്തിന്റെ ചാനലായിട്ട് എഴുതിയേക്കുന്നത് അയൽക്കാരന്റെ അതിർത്തിക്കല്ല് മാറ്റുന്നവന് ശാപം. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യം, ഈ ശാപത്തിൽ നിന്നുള്ള വിടുതല് കിട്ടണമെങ്കിൽ എന്ത് വേണം? നമ്മുടെ സ്റ്റേറ്റ് ഓഫ് മൈൻഡ് എന്തായിരിക്കണം? ഗോഡ്ലിനെസ് വിത്ത് കണ്ടന്റ്മെന്റ്. നമുക്ക് സംതൃപ്തിയോടുകൂടി, അല്ലെങ്കിൽ ഇനിയും രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞിട്ട് ഇനിയും നമുക്ക് അതുണ്ടാക്കണം ഇതുണ്ടാക്കണം എന്നുള്ള ശാപത്തിൽ നിന്നുള്ള വിടുതൽ കിട്ടണമെങ്കിൽ നമ്മൾ ആദ്യം ചിന്തിച്ച പോലെ സൊല്യൂഷൻ ചെയ്യണം. അപ്പൊ ശാപത്തിൽ നിന്ന് ഈ അതിർത്തിക്കല്ല് മാറ്റുന്നത് മുഖാന്തരമായിട്ടുണ്ടാകുന്ന ശാപം നമ്മുടെ ജീവിതത്തിൽ ഇല്ലാതാണെങ്കിൽ ആസ് ഫാർ ആസ് മെറ്റീരിയൽ തിങ്സ് ആർ കൺസേൺഡ് നമ്മുടെ ഹൃദയാവസ്ഥ എങ്ങനെയായിരിക്കും? കണ്ടന്റ്മെന്റ് ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ ആ സാധനം കയറി കിടന്ന് കളിച്ചോണ്ടിരിക്കും. കണ്ടന്റ്മെന്റ്. അപ്പൊ ഗോഡ്ലിനെസ് വിത്ത് കണ്ടന്റ്മെന്റ്. ഈ കണ്ടന്റ്മെന്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ബെറ്റർ തിങ്സ് ആഗ്രഹിക്കാൻ പാടില്ലെന്നോ, ബെറ്റർ ജോലി ആഗ്രഹിക്കാൻ പാടില്ലെന്നോ, ബെറ്റർ സാധനങ്ങൾ വാങ്ങിക്കാൻ പാടില്ലെന്നൊന്നും അല്ല. പക്ഷെ ഇതെല്ലാത്തിന്റെ മധ്യത്തിൽ നമുക്ക് എന്തുണ്ടായിരിക്കണം? സംതൃപ്തി ഉണ്ടായിരിക്കണം ഉള്ളതിനെ കുറിച്ച്. അപ്പൊ ഇവിടെ ദെൻ അതിർത്തിക്കല്ല് മാറ്റുന്ന ശാപം. പിന്നീടുള്ളത് ഈ അന്ധനെ വഴിതെറ്റിക്കുന്ന പ്രവാസി അനാഥൻ. അതായത് ഇന്നസെന്റ് ആയിട്ടുള്ള ആൾക്കാരെ അല്ലെങ്കിൽ ഹെൽപ്ലെസ് ആയിട്ടുള്ള ആൾക്കാരെ ആയിട്ടുള്ള ബന്ധത്തിലാണ് നെക്സ്റ്റ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം. പ്രവാസി, അനാഥൻ, വിധവ, ഇവർക്ക് നീതി നിഷേധിക്കുന്ന, അന്ധനെ വഴിതെറ്റിക്കുന്ന, ഇതെല്ലാം ഒറ്റ ഇതിനകത്തുള്ളത്. അപ്പം അനാഥൻ, വിധവ, പ്രവാസി നമ്മൾ തുടർച്ചയായിട്ട് ബൈബിളിൽ വായിക്കുന്ന അല്ലെ? അനാഥനും വിധവയ്ക്കും പ്രവാസിക്കും. എക്സോഡസ് 22 എടുക്കുമ്പോ അല്ല, ലിറ്ററലി ആസ് വെൽ ആസ്, പിന്നെ അത് എല്ലാം അറിയാൻ വയ്യാത്തവന് പറഞ്ഞു പറ്റിയെന്നൊക്കെ ശരിയാ. ലിറ്ററലി ഓൾസോ അല്ല. അതുകൊണ്ടാണ് നമ്മൾ അന്ധർക്ക് വഴികാട്ടിയാണ് നമ്മൾ ആയിരിക്കേണ്ടത്. അല്ലെ, വായിക്കുന്നില്ല നിയമത്തില് യഹൂദനെ കുറിച്ച്, അന്ധർക്ക്. അപ്പൊ നമ്മൾ ആ സ്ഥാനത്തുള്ളവരെ നമ്മൾ അന്ധർക്ക് വഴികാട്ടി, സ്പിരിച്വലി അന്ധരായിട്ടുള്ളവർക്ക് വഴി കാണിക്കേണ്ടതാണ്. അതുകൊണ്ടാണ്
ഈ ഈ ശാപത്തിന്റെ ഓപ്പോസിറ്റ് ആണല്ലോ അനുഗ്രഹം. അപ്പൊ സുവിശേഷത്തിന്റെ അനുഗ്രഹത്തിനുള്ള ഒരു കണ്ടീഷൻ എന്താ ചിന്തിക്കാറുള്ളതാ. കാരണം നമ്മൾ ഈ ശാപം അല്ല നമ്മുടെ ചിന്താ വിഷയം, ആക്ച്വലി അനുഗ്രഹത്തിൽ ജീവിക്കുക എന്നുള്ളതാ. പക്ഷെ ഇത് എഴുതി തള്ളാൻ പറ്റാത്ത ടോപ്പിക്കാന്നേ ഉള്ളൂ. സുവിശേഷത്തിന്റെ അനുഗ്രഹത്തിൽ പങ്കുപറ്റാനുള്ള ഒരു കണ്ടീഷൻ എന്താ എല്ലാവരും അറിയണ്ട. ഓപ്പൺ സുവിശേഷം. അതെ, ഈ 1 Corinthians 9 അധ്യായത്തില്. കാരണം നമ്മളത് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. അതൊക്കെ അതെല്ലാം അതിൽ പെട്ടതാണ്. ബട്ട് ലിറ്ററലി ഓൾസോ അതും നമ്മൾ മറക്കരുത്. കാരണം ഒരു അന്ധൻ ഒരു റോഡ് കടക്കാൻ വേണ്ടി ബുദ്ധിമുട്ടുമ്പോൾ നമ്മൾ ആ അന്ധന് വഴികാട്ടി ആയിരിക്കേണ്ടതാ. കൈ പിടിച്ച് കടത്തി വിടേണ്ടവരാണ് നമ്മൾ. 1 Corinthians 9 നമ്മൾ ചിന്തിക്കാറില്ല. അപ്പൊ ഇത് ഈ സുവിശേഷത്തിന്റെ അനുഗ്രഹത്തെ കുറിച്ച് എഴുതിയേക്കുന്നത് പെട്ടെന്ന് വായിക്കുമ്പോ 19 തുടങ്ങി വായിക്കുമ്പോ, സർവ മനുഷ്യരിൽ നിന്നും സ്വതന്ത്രനെങ്കിലും കൂടുതൽ പേരെ നേടേണ്ടതിന് ഞാൻ എന്നെ തന്നെ എല്ലാവർക്കും അടിമയാക്കിയിരിക്കുന്നു. യഹൂദരെ നേടേണ്ടതിന് യഹൂദർക്ക് ഞാൻ യഹൂദനെ പോലെയായി. സ്വയം നിയമത്തിന് കീഴിലുള്ളവനെങ്കിലും നിയമത്തിന് കീഴിലുള്ളവർക്ക് ഞാൻ നിയമത്തിന് കീഴിലുള്ളവർക്ക് ഞാൻ സ്വയം നിയമത്തിന് കീഴിലുള്ളവനല്ലെങ്കിലും മീനിങ് നേരെ ഓപ്പോസിറ്റ് ആയി. സ്വയം നിയമത്തിന് കീഴിലുള്ളവൻ അല്ലെങ്കിലും നിയമത്തിന് കീഴിലുള്ളവനെ പോലെയായി. നിയമത്തിന് കീഴിലുള്ളവരെ നേടേണ്ടതിനായിരുന്നു ഇത്. നിയമത്തിന് പുറത്തുള്ളവരെ നേടേണ്ടതിന് നിയമത്തിന് പുറത്തുള്ളവർക്ക് ഞാൻ നിയമത്തിന് പുറത്തുള്ളവനെ പോലെയായി. ഞാൻ ദൈവ നിയമത്തിൽ നിന്ന് സ്വതന്ത്രനായിരുന്നില്ല. ഈ ഒരു വേർഡ് ഇല്ലായിരുന്നു ഈ സംഗതി ആകെ പ്രശ്നമായത് അല്ലേ. ഞാൻ ദൈവ നിയമത്തിൽ നിന്ന് അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ മദ്യപാനികൾ നേടാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തെന്ന് എഴുതേണ്ടി വരും. മദ്യപാനിയായി. പിന്നെ വിഗ്രഹാരാധികളെ നേടാൻ വേണ്ടി ഞാൻ വിഗ്രഹാരാധനയ്ക്ക് പോയി. അല്ലെങ്കിൽ കത്തോലിക്കരുടെ ആദ്യ കുർബാനയ്ക്ക് വരുന്നവരെ നേടാൻ വേണ്ടി ഞാൻ ആദ്യ കുർബാനയ്ക്ക് ഉള്ള പരിപാടിക്ക് പോയി. അപ്പൊ ഇങ്ങനെയൊക്കെ ഒത്തിരി എഴുതേണ്ട വന്നേനെ. അപ്പൊ ഇതില് എന്നാൽ ഞാൻ ദൈവ നിയമത്തിൽ നിന്ന് ഒരിക്കലും സ്വതന്ത്രനായിരുന്നില്ല. വായിച്ചു. ക്രിസ്തുവിന്റെ നിയമത്തിന് വിധേയനായിരുന്നു. അതെ, അതാണ് നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം. ആൾക്കാരെ നേടുന്നതിനേക്കാൾ നമുക്ക് പ്രധാനമാണ് നമ്മള് ക്രിസ്തുവിന് വേണ്ടി ജീവിക്കേണ്ടത്. നിന്നെ തന്നെയും നിന്റെ ഉപദേശത്തെയും കാത്തു സൂക്ഷിക്കുക. അതുവഴി അതുവഴി ഈ അവനവനെ സൂക്ഷിക്കാതെ അവനവന് സാക്ഷി ഇല്ലെങ്കിൽ സത്യസന്ധനായിട്ടുള്ള സാക്ഷി, വിശ്വസ്തനായിട്ടുള്ള സാക്ഷി, അവർക്ക് മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ. അപ്പൊ അതാ ഇവിടെ പറഞ്ഞേക്കുന്നത്, ഞാൻ ക്രിസ്തുവിന്റെ നിയമത്തിന് വിധേയനായിരുന്നു. ദുർബലരെ നേടേണ്ടതിന് ദുർബലർക്ക് ഞാൻ ദുർബലനായി. എല്ലാ പ്രകാരത്തിലും കുറെ പേരെ നേടേണ്ടതിന് എല്ലാവർക്കും ഞാൻ എല്ലാമായി. സുവിശേഷത്തിന്റെ അനുഗ്രഹങ്ങളിൽ പങ്കുപറ്റേണ്ടതിന് സുവിശേഷത്തിന് വേണ്ടി ഇവയെല്ലാം ഞാൻ ചെയ്യുന്നു. അപ്പൊ സുവിശേഷത്തിന്റെ അനുഗ്രഹത്തിൽ പങ്കുപറ്റണമെങ്കിൽ ഈ മുകളിൽ പറഞ്ഞേക്കുന്ന എല്ലാം ഒറ്റ കാര്യ എന്താ? അത് മറ്റുള്ളവരോട് സുവിശേഷം പറയുന്ന കാര്യം. അപ്പൊ മറ്റുള്ളവരോട് സുവിശേഷം നമ്മൾ പറയില്ലെങ്കിൽ നമ്മൾ ആദ്യം ചിന്തിച്ച പോലെ തന്നെ അന്ധന് വഴി കാണിക്കുന്നില്ല. അന്ധനെ വഴി കാണിക്കാത്തവന് ശാപം. തീർച്ചയായിട്ടും ഒന്ന് ആലോചിച്ച് നോക്ക്. നമ്മൾ ഈ എസേക്കിയേൽ വായിക്കുന്നുണ്ട്. എസേക്കിയേൽ അറിയാവുന്ന സ്ഥലമല്ലേ. അതായത് ദുഷ്ടനോട് നീ വഴിവിട്ട് മാറാൻ ഞാൻ പറയുമ്പോൾ നീ അവനോട് പറയുന്നില്ലെങ്കിൽ അവൻ അവന്റെ പാപത്തിൽ മരിക്കും, പക്ഷെ അവന്റെ രക്തത്തിൽ ഞാൻ നിന്നോട് കണക്ക്. അതുകൊണ്ട് നമ്മൾ ഈ വേറുള്ളവർ പരിചയപ്പെടുമ്പോൾ വല്ലാത്തൊരു ഹൃദയഭാരം വരാറുണ്ട്. ഇപ്പൊ വഴിക്ക് വെച്ച് കാണുന്നാലും 1-2 കാണുന്ന കേസല്ല. നമ്മൾ സഫിഷ്യൻലി ലീവിങ് ഇൻ റിലേഷൻ വിത്ത് സംബഡി, ആരും ആട്ടെ, അവരോട് ഇനിയിപ്പോ അവരോട് കർത്താവിലേക്ക് വരാനൊക്കെ പറയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ അറ്റ്ലീസ്റ്റ് നമ്മുടെ ടെസ്റ്റിമണി പറയാൻ പറ്റും അല്ലേ. ഞാൻ അന്ധകാരത്തിലായിരുന്നു, ഞാൻ വെളിച്ചത്തിലേക്ക് വന്നു, ഞാൻ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഒരു ഡിവോട്ടഡ് ഫോളോവർ ആണ്. അല്ല ഇപ്പൊ കത്തോലിക്കരോട് പറയുമ്പോൾ നമുക്ക് ധൈര്യമായിട്ട് പറയണം, ഞാൻ കത്തോലിക്ക സഭയെ അതൊക്കെ വിട്ടു. കാരണം കത്തോലിക്ക സഭ ബൈബിൾ അനുസരിച്ചല്ലാന്ന് എനിക്ക് ബോധ്യപ്പെട്ടു, അതുകൊണ്ട് ഞാൻ വിട്ടു. ഞാനിപ്പോ ഷോർട്ട് കട്ടായിട്ട് സുവിശേഷം പറയുന്നത്. കത്തോലിക്കരോട് പറയുമ്പോൾ ഓരോ സമയത്ത് ഓരോന്ന് പറയുന്നുള്ളൂ. എന്താ പറഞ്ഞു, ഡിഫറെന്റ്, നമ്മൾ തോമസ് പറയുന്ന ഡിഫറെന്റ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് എന്നുള്ളൂ. ഇപ്പൊ കത്തോലിക്കരോട് പറയും ഒരു കാര്യം, എല്ലാ കത്തോലിക്കരും നരകത്തിൽ പോകുന്നുള്ള കാര്യം അറിയാവോ എന്ന് ചോദിക്കും ഞാൻ. കത്തോലിക്കരല്ല നരകത്തിൽ പോകും. അപ്പൊ അല്ല, അപ്പൊ ചിന്തിക്കാൻ വരെ പല സമയത്ത് പല സ്ട്രാറ്റജി ഉപയോഗിക്കുന്നുള്ളൂ. അപ്പൊ ഇന്നലെ ഒരാൾ ചോദിച്ചു, അപ്പൊ ഈ കർത്താവിന്റെ കാര്യം പറഞ്ഞപ്പോ പോപ്പ് എവല്യൂഷൻ അംഗീകരിക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. പോപ്പിന്റെ വലിയപ്പം മങ്കിയായിരിക്കും, അതുകൊണ്ടായിരിക്കും പോപ്പ് അങ്ങനെ അത് അംഗീകരിക്കുന്നത്. അപ്പൊ ഇതിനകത്ത്
ഈ നമ്മൾ എന്താ പറയുന്നത്, ഇത് ഇപ്പൊ നമുക്ക് ലോങ് ടൈം അസോസിയേഷൻ ഉള്ള ആൾക്കാരാണെങ്കിൽ പതുക്കെ അത് ഇതായിട്ട് ചെയ്യണം. നമ്മൾ പെട്ടെന്ന് കണ്ട് ഒന്ന് രണ്ട് തവണ കാണുള്ളൂ. ഇനി കാണില്ലെങ്കിൽ അപ്പൊ അവർ പിന്നീട് ചിലപ്പോൾ അവർക്ക് ചിന്തിക്കാൻ ഒരു അവസരം കിട്ടും. ഇപ്പൊ നമുക്ക് നോക്കാം, കത്തോലിക്ക് ആരും സ്വർഗത്തിൽ പോകില്ല എന്ന് പറഞ്ഞപ്പോൾ അടുത്തിടെ റിയലി യു മീൻ ഇറ്റ് എന്ന് എന്നോട് ചോദിച്ചു. റിയലി ഐ മീൻ ഇറ്റ് എന്ന് പറഞ്ഞു. കാരണം കത്തോലിക്ക എങ്ങനെ സ്വർഗത്തിൽ പോകുന്നു? വേറൊരു സുവിശേഷം പറയുന്നവർ ശപിക്കപ്പെട്ടവരാകട്ടെ എന്ന് പറഞ്ഞിരിക്കുന്നത്. കത്തോലിക്ക സഭ, യാക്കോബ സഭ, മർത്തോമ സഭ, ഇങ്ങനെയുള്ള സഭകള് എല്ലാ സുവിശേഷത്തിലും കുർബാന ചെല്ലുന്ന സഭകൾ ജനറലി ഓൾ ആർ അക്കേഴ്സ്ഡ്, ഒരു സംശയമില്ല. കാരണം ക്രിസ്തുവിന്റെ ഏക പാപപരിഹാര ബലിയ ഞങ്ങൾ ചെയ്യുന്ന, അല്ലെങ്കിൽ ഇവിടെ ഗോതമ്പപ്പത്തിന് ട്രാൻസ്ഫോർമേഷൻ പറ്റി, അല്ലെങ്കിൽ മുന്തിരിച്ചാറ് വീഞ്ഞായി എന്നൊക്കെ പറഞ്ഞു നടക്കുന്നത്, ഇവരെല്ലാവരും സ്വർഗത്തിൽ പോവാണെങ്കിലേ, ഇത് വേറെ ഒരു സുവിശേഷന്റെ കേട്ടിട്ടുണ്ട്, ഈ എല്ലാ ഹിന്ദുക്കളും എല്ലാ ബുദ്ധമതക്കാരും എല്ലാവരും സ്വർഗത്തിലുണ്ടാകുന്നു. അപ്പൊ ഈ ഗണപതി ആരാധിച്ച് സ്വർഗത്തിൽ ചെല്ലുന്നവർ അവിടെ ചെല്ലുമ്പോൾ ആരെ അന്വേഷിക്കും? ഗണപതി അവിടെ കാണൂ. അതേ പറഞ്ഞത് ഇങ്ങനെ ആകെ കവോറ്റിക്കായിട്ടുള്ള ഈ സ്ഥലത്ത്. അപ്പൊ ഇതിനകത്ത് നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, എന്റെ ജീവിതത്തിൽ എനിക്കൊരു സഫീഷ്യന്റ്ലി പരിചയപ്പെടാൻ ഒരു അവസരം കിട്ടിയിട്ട് പറയാൻ പറ്റാതെ പോയിട്ടുണ്ട്. അതിനെക്കുറിച്ച് എനിക്ക് ഭയങ്കര ഹൃദയഭാരവും ദുഃഖമുണ്ട്. കാരണം നമ്മള് പറഞ്ഞു കഴിഞ്ഞിട്ട് അവർ സ്വീകരിച്ചില്ലോ എന്നുള്ളത് നമ്മുടെ ജോലിയല്ല. കർത്താവ് പറഞ്ഞിട്ട് ആൾക്കാർ രക്ഷിക്കപ്പെട്ടില്ല, അത് നമ്മുടെ ജോലിയല്ല. പക്ഷെ പറഞ്ഞില്ലെങ്കിൽ, അതാ ഞാൻ പറഞ്ഞ, അങ്ങനെ പറയാൻ പറ്റിയില്ലെങ്കിൽ നമ്മുടെ ടെസ്റ്റിമണി നമുക്ക് പറയാൻ പറ്റും. അതിനെ ആർക്കും സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല. പറ്റുമോ? ഞാൻ ഇന്ന ആളാണ്, ഞാൻ കർത്താവിന് വേണ്ടി ജീവിക്കുന്ന ആളാണ്. ഇങ്ങനെ ചില കെയർഫുള്ളി കൺട്രോൾഡ് വേർഡുകളിൽ പറയാറുണ്ട് ഹിന്ദുക്കളോട് പറയുമ്പോൾ. അതായത് ഈ ചെറുപ്പം തുടങ്ങി ക്രിസ്തീയ ബാക്ക്ഗ്രൗണ്ടിലൊക്കെ ജനിച്ചു വളർന്നെങ്കിലും യേശു ക്രിസ്തുവിലൂടെ മാത്രമേ രക്ഷയുള്ളെന്നുള്ള കാര്യം ഞാൻ 25 വയസ്സായിട്ടാണ് മനസ്സിലാക്കിയത്. അപ്പൊ അവർക്ക് പെട്ടെന്ന് ഒരു യേശു ക്രിസ്തുവിലൂടെ മാത്രമേ രക്ഷയുള്ളൂ. അപ്പൊ ഡിഫറെന്റ് വേസിൽ നമുക്ക് കർത്താവിന്റെ സുവിശേഷം മെസ്സേജ് കൊടുക്കാൻ പറ്റും. അപ്പൊ മുസ്ലിങ്ങളോട് പറയുമ്പോൾ, അപ്പൊ ഞാൻ ഇന്നലെ മുസ്ലിമിന് ഒരാളെ സംസാരിക്കാൻ കിട്ടി. അപ്പൊ ഞാൻ പറഞ്ഞു, ഈ ഖുറാനിലുള്ള യേശു ക്രിസ്തുവും ബൈബിളിലുള്ള യേശു ക്രിസ്തുവും രണ്ടാ. അപ്പൊ ആള് പറഞ്ഞോ, അത് ഇച്ചിരി ഒരു മാറ്റം ഉണ്ടെന്നേ ഉള്ളൂ. അല്ല, ഞാൻ പറഞ്ഞു ടോട്ടലി ഡിഫറെന്റ്. ഇപ്പം എന്താ പറയുന്നത്, തോമസ് എന്ന് പേരുള്ള ഇഷ്ടംപോലെ ആൾക്കാരില്ലേ, ജോഷുവ എന്ന് പേരുള്ള ഇഷ്ടംപോലെ ആൾക്കാർ ഇസ്രായേലിലുണ്ടായിരുന്നു. അപ്പൊ എന്ന് പറഞ്ഞേക്കുന്നവര് ബൈബിളിലെ യേശു ക്രിസ്തുവും ഖുറാനിലെ യേശു ക്രിസ്തുവും തമ്മിൽ ബൈബിൾ ഒരു ബന്ധമില്ല. അതിനുവേണ്ടി ഒരു സംവാദത്തിന്റെ ആവശ്യമില്ല. സംവാദം എന്ന് പറയുന്നത് തന്നെ മീനിങ്ലെസ്. ആക്ച്വലി നമുക്ക് ബൈബിൾ അംഗീകരിക്കാത്ത ഒരാളോട് ബൈബിളിനെ കുറിച്ച് സംവാദത്തിന് പോയിട്ട് കാര്യമില്ല. നമ്മൾ ചിന്തിച്ചത് ഈ കാര്യം നമ്മൾ ചിന്തിച്ച അന്ധന് വഴി കാണിക്കാത്തവൻ, അല്ലെങ്കിൽ നമ്മുടെ കൂടെ ഒരു അന്ധൻ വന്നിട്ട് സഫീഷ്യന്റ്ലി നമുക്ക് അവരുമായിട്ട് ബന്ധപ്പെടാൻ സമയം കിട്ടിയിട്ട് നമ്മൾ അവർക്ക് സുവിശേഷം പറഞ്ഞു കൊടുത്തില്ല, അല്ലെങ്കിൽ നമ്മുടെ ഐഡന്റിറ്റി നമുക്ക് റിവീൽ ചെയ്യാൻ നമ്മൾ നാണിക്കുന്നുവെങ്കിൽ ഡെഫിനറ്റ്ലി ദർ ഇസ് എ കഴ്സ്. കാരണം എങ്ങനെയെങ്കിലും കഴ്സ് മാറുമെന്ന് വിചാരിക്കുന്ന കാര്യമില്ല. ഇതിനൊരു വഴി എഴുതി വെച്ചിട്ടുണ്ട്. ഇപ്പം ദാവീദിന് ദൈവം വാഗ്ദത്തം കൊടുത്തു. ദാവീദിന് കൊടുത്ത വാഗ്ദത്തം എന്താ? അതായത് നിന്റെ സിംഹാസനം ചിരപ്രതിഷ്ഠിതമായിരിക്കും. അങ്ങനെയായി സാമുവേലിൽ എഴുതിയേക്കുന്നിടത്ത് അത്രയേ ഉള്ളൂ. എന്നാൽ സോളമൻ പ്രാർത്ഥിക്കുമ്പോൾ, സോളമൻ എവിടെ നിന്ന് കിട്ടിയത്? ദാവീദിൽ നിന്ന് കിട്ടിയതല്ലേ. സോളമൻ പ്രാർത്ഥിക്കുമ്പോൾ എന്താ പറയുന്നത്? എന്താ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എന്താ? നോ പറയുന്നത്. ഇതൊക്കെ നമ്മൾ സ്പെസിഫിക്കലി അറിഞ്ഞേ പറ്റൂ. ഈ മുൻനിർണയം ഇങ്ങനെയുള്ള ഡിഫറെന്റ് ടീച്ചിങ്സ് ഉള്ളിടത്ത് നമ്മൾ എല്ലാ കാര്യങ്ങളും അറിഞ്ഞേ പറ്റും. അതെ, ഫസ്റ്റ് കിങ്സ് 8:25 അത് വായിക്കുള്ളൂ. ജൂലിയൻ വായിച്ചു. അതെ, നീ നിന്റെ തിരുവായി കൊണ്ട് അരുൾ ചെയ്തു, ഇന്ന് അത് നിന്റെ കൈകൊണ്ട് നീ നിറവേറ്റുകയും ചെയ്തിരിക്കുന്നു. ഇസ്രായേലിന്റെ ദൈവമായ കർത്താവേ, നീ നിന്റെ ദാസനും എന്റെ പിതാവുമായ ദാവീദിന് ഇങ്ങനെ ഒരു വാഗ്ദാനം നൽകി. ഇൻവെർട്ടഡ് കോമാസില. പക്ഷെ ഇത് ഈ നാഥാൻ പ്രവാചകൻ പറഞ്ഞത് എഴുതിയേക്കുന്നിടത്ത് ഇതില്ല ഫുള്ളായിട്ട്. ഇങ്ങനെ ഒരു വാഗ്ദാനം നൽകി. വായിച്ചു. നീ എന്റെ മുമ്പാകെ വ്യാപരിച്ചതുപോലെ നിന്റെ പുത്രന്മാരും എന്റെ മുമ്പാകെ വ്യാപരിക്കാൻ തങ്ങളുടെ വഴികളിൽ ശ്രദ്ധിക്കുക മാത്രം ചെയ്താൽ ഇസ്രായേലിന്റെ സിംഹാസനത്തിൽ ഇരിക്കാൻ നിനക്ക് എന്റെ മുമ്പാകെ ആളില്ലാതെ വരില്ല. അതെ, അതായിരുന്നു വാഗ്ദത്തം. ഇതിങ്ങനെ ചെയ്തിരുന്നെങ്കിൽ നമ്മുടെ ജോസഫ് ആരായിരിക്കേണ്ട ആളാ? രാജാവായിരിക്കേണ്ട ആളാ. പക്ഷെ അതിങ്ങോട്ട് വന്ന് ദൈവം ഒത്തിരി ക്ഷമയോട് കാത്തിരുന്നു. യഹോയാക്കീം വരെ, യഹോയാക്കീമായപ്പോ പുറത്താക്കി. സെയിം വേ അപ്പൊ നമ്മൾ ചിന്തിച്ചത്, ഈ സുവിശേഷം പറയാൻ നമുക്ക് യാതൊരു ഭാരമില്ല. നമ്മൾ പരിചയപ്പെടുന്ന ആൾക്കാരോട് സുവിശേഷം പറയില്ല. നമ്മൾ സുവിശേഷം പറഞ്ഞാൽ അതിനെ ആരും അപ്രീഷിയേറ്റ് ചെയ്യത്തില്ല, നല്ലത് പറയുമില്ല. അത് ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ്. കർത്താവിനെ കുറിച്ച് കർത്താവ് പറഞ്ഞു, ഞാൻ ഈ ലോകത്തിന്റെ പ്രവൃത്തികൾ തിന്മ നിറഞ്ഞതാണ് എന്ന് പറയുന്നത് കൊണ്ട് ഈ ലോകം എന്നെ വെറുക്കുന്നു. നമ്മൾ ഈ സുവിശേഷം പറയുന്നതെല്ലാം
അതിൽ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ പറയത്തില്ല. അതിലല്ലെങ്കിൽ ഇപ്പം നോക്ക്, ഈ ഇവിടുത്തെ ഒരു മജോറിറ്റി സുവിശേഷ പ്രസംഗരും സ്നാനത്തെ കുറിച്ച് പറയില്ല. കാരണം അതൊക്കെ പിന്നീട് നമ്മൾ ബൈബിളിൽ കാണുന്ന സുവിശേഷ പ്രസംഗങ്ങൾ എങ്ങനെയാണ്? ഡേ ഓഫ് പെന്റിക്കോസ്റ്റ് സ്നാനം, ഫിലിപ്പോസും ഷണ്ടനും സ്നാനം, ജയിലധികാരിയും കുടുംബവും സ്നാനം, ലുദിയായുടെ സുവിശേഷം പറഞ്ഞു സ്നാനം. അപ്പൊ നമുക്ക് മരിച്ചു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി ചെയ്യേണ്ട കാര്യം ശവടക്കം അല്ലേ? അത് കുറേ ദിവസം കഴിഞ്ഞാണ്. ഇപ്പോഴാണ് പിന്നെ ഈ കോൾഡ് സ്റ്റോറേജും പരിപാടിയൊക്കെ വന്നു. പണ്ടാണെങ്കിൽ മരിച്ചു കഴിഞ്ഞാൽ ബിഫോർ സൺസെറ്റ് കുഴിച്ചിട്ട്. അപ്പൊ അതുകൊണ്ടാണ് തീരുമാനം എടുത്താൽ ഇമ്മീഡിയറ്റ്ലി സ്നാനപ്പെടുത്തിയിരുന്നു അപ്പോസ്തലന്മാർ. അവരുടെ ജെന്യുവിനെസ് അവർ നോക്കിയിരുന്നില്ല, ഉണ്ടോ? അതുകൊണ്ടാണ് ശിമയോനെ സ്നാനപ്പെടുത്തിയത്. അപ്പൊ നമ്മൾ ഇനി ഒന്നോടെ ചൊവ്വായി അങ്ങനെയൊന്നും പറയേണ്ട ആവശ്യം നമുക്കില്ല. അല്ലെങ്കിൽ 3 ആഴ്ച ബൈബിൾ ക്ലാസ് അറ്റൻഡ് ചെയ്യ്, ഇതിന്റെ കാര്യങ്ങൾ, സ്നാനത്തെ കുറിച്ചുള്ള കാര്യങ്ങൾ പഠിക്ക്. ഈ കല്യാണത്തിന് മുമ്പായിട്ടെ പോയായിരുന്നു ഷെയർ. എന്നിട്ട് എങ്ങനെയത് ഇഫക്റ്റീവ് ആവുന്നുണ്ടോ? അല്ല, എന്ന് പറഞ്ഞ പോലെ ഈ സ്നാനത്തിന്റെ ക്ലാസ് തന്നെ പറഞ്ഞു. ഈ പ്രീ മാരീഡ് ക്ലാസ് കൊണ്ട് സംഗതിയില്ലേ നടക്കുമോ ജോലി? എന്ന് പറഞ്ഞാലേ ഉള്ളൂ ഈ സ്നാനത്തെ കുറിച്ച് 3 ആഴ്ച ക്ലാസ് എടുത്തിട്ട് സ്നാനപ്പെടുത്തുന്നു. ഇതിനകത്തൊരു കാര്യമില്ല. ഇത് കർത്താവിന് വേണ്ടി ജീവിക്കാൻ ഒരു ജെന്യുവിൻ ആയിട്ട് ഡിസിഷൻ ഉണ്ടെങ്കിൽ ദേ ആർ എലിജിബിൾ. അത് കഴിഞ്ഞിട്ട് അവര് തിമോത്തിയോസിനോട് പറയാം, നീ തിമോത്തിയോസിനോട് പറയുന്ന ഒരു കാര്യമുണ്ട്. 1 തിമോത്തി 4:12 ഇപ്പൊ ഈ പ്രീ മാരീഡ് എന്താ ഒരു കോഴ്സ് കമ്പൽസറിയാ. ആ സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചാലേ കല്യാണം നടത്താൻ പറ്റൂ പല സഭകളിലും. കത്തോലിക്ക സഭയിലൊക്കെ അങ്ങനെയാ. അല്ല, ഞാൻ പറഞ്ഞേ എന്ന് പറഞ്ഞ പോലെ ഉള്ളു സ്നാനത്തിന് വേണ്ടി ക്ലാസ് എടുക്കുന്നത്. അതൊന്ന് വായിച്ചു പോകും. 1 തിമോത്തി 4:12 തുടങ്ങി വായിക്കുമ്പോ, ചെറുപ്പമാണെന്ന കാരണത്താൽ ആരും നിന്നെ അവഗണിക്കാതിരിക്കട്ടെ. സംസാരത്തിലും പെരുമാറ്റത്തിലും സ്നേഹത്തിലും വിശ്വാസത്തിലും വിശുദ്ധിയിലും നീ വിശ്വാസികൾക്ക് ഒരു മാതൃകയായിരിക്കുക. ഞാൻ വരുന്നത് വരെ വിശുദ്ധ ലിഖിതം പരസ്യമായി വായിക്കുന്നതിലും സുവിശേഷ പ്രസംഗത്തിലും അധ്യാപനത്തിലും ശ്രദ്ധാലുവായിരിക്കുക. പ്രവാചക വചനം മൂലവും മൂപ്പന്മാരുടെ കൈവെപ്പ് വഴിയും നിനക്ക് ലഭിച്ചിരിക്കുന്ന വരം അവഗണിക്കരുത്. ഈ കർത്താവ് അല്ല, അതിനകത്ത് എല്ലാവരും നിന്റെ വളർച്ച ദർശിക്കട്ടെ എന്നുള്ള വേർഡ് അത് തന്നെ വായിച്ചു പോകും. ഈ കർത്തവ്യങ്ങളെല്ലാം അനുഷ്ഠിക്കുക, അവയിൽ അർപ്പിതനാകുക. അങ്ങനെ എല്ലാവരും നിന്റെ വളർച്ച ദർശിക്കട്ടെ. റിയലി നമ്മൾ അറിയേണ്ട ഒരു കാര്യം, ഇത് വളരെ ഇമ്പോർട്ടന്റ് കാര്യമാണ്. അപ്പൊ വെക്കാൻ പറ്റത്തില്ല. നമ്മുടെ കമ്മിറ്റ്മെന്റ്, നമ്മൾ കർത്താവിൽ വളർന്നാല് സഭയിൽ റിവീൽഡ് ആവും. എല്ലാവരും നിന്റെ വളർച്ച ദർശിക്കട്ടെ എന്നാണ് ഇത്. അതുകൊണ്ട് വളർച്ച കാണിക്കാൻ വേണ്ടി എന്തെങ്കിലും ചെയ്യണം എന്നാണ് പറഞ്ഞത്. പക്ഷെ വളർച്ച ദർശിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അല്ല, ഞാനിങ്ങനെ ആലോചിക്കുക, നമ്മുടെ ഈ കുറെ ഈ പിള്ളേർ, സ്നാനപ്പെട്ട പിള്ളേരുടെ കാര്യമൊക്കെ ചിന്തിക്കാറുണ്ട്. സ്നാനപ്പെട്ടതിന് ശേഷവും അതിന് മുമ്പുമായിട്ട് ഐ എം നോട്ട് ഫൈൻഡിങ് എനി ഡിഫറൻസ്. മേ ബി ഇന്റേണലി ഉണ്ടായിരിക്കും, പക്ഷെ ഒന്നും വളർച്ചയൊന്നും ദർശിക്കാൻ പറ്റുന്നില്ല. അപ്പൊ ജോലിന് ഒരു മാറ്റം വന്നു, എല്ലാവരും ദർശിക്കുന്നുണ്ട് അല്ലേ? ഇല്ല, സിനി കാണുന്നില്ലേ? അപ്പൊ അതായത് ഈ കർത്താവിലേക്കുള്ള വളർച്ച നമുക്ക് മറച്ചു വെക്കാൻ പറ്റില്ല. നോ, വിളക്ക് തീ പിടിച്ചാല്, അല്ല വിളക്ക് കത്തിച്ചാല് വെളിച്ചം ഉണ്ടാവും. അപ്പൊ ഇവിടെ തിമോത്തിയോസിനോട് പൗലോസ് പറയാം, എല്ലാവരും നിന്റെ. അപ്പൊ ഈ പിള്ളേരോട് ഞാനൊന്ന് ഓർമ്മിപ്പിക്കാം, നിങ്ങളൊക്കെ സ്നാനപ്പെട്ടവര്, നിങ്ങൾ സ്നാനപ്പെട്ടെന്ന് എല്ലാവരും ദർശിക്കട്ടെ. അതായത് പഴയത് മാറിയിരുന്നു. ഇനിയിപ്പോ വീട്ടിലൊക്കെ മാറിയിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഞാനൊന്ന് ഇത് ഡിസ്കറേജിങ് വേർഡല്ല, എൻകറേജിങ് ആണ്. അപ്പൊ എല്ലാവരും വളർച്ച ദർശിക്കണം. അല്ലെങ്കിൽ ഈ ദൈവത്തിന്റെ ആത്മാവ് ഉള്ളിൽ കയറിയാല് എന്ത് സംഭവിക്കും? ഇരുട്ട് മാറും, പ്രകാശം ഉണ്ടാകും. കർത്താവ് ഉള്ളിൽ കയറിയാൽ ഹൃദയത്തിന്റെ തികവിൽ നിന്ന് മധുരങ്ങൾ സംസാരിക്കാൻ തുടങ്ങും. അതിനു മുമ്പ് സംസാരിച്ചുകൊണ്ടിരുന്ന ഒരു വ്യത്യാസം ഉണ്ടാകണം. പിന്നെ പലരിലും പല റേറ്റിലായിരിക്കും. ഇപ്പൊ നമുക്ക് രക്ഷിക്കപ്പെട്ടവരുടെ വളർച്ചയെ കുറിച്ച് പത്രോസ് പറയുന്നത്, നവജാതരായ ശിശുക്കളെ പോലെ പാല് കുടിക്കാൻ ആഗ്രഹിച്ച പോരല്ലോ അത്. അപ്പൊ എന്തിനു വേണ്ടിയിട്ട് കുടിക്കാനാ പറഞ്ഞിരിക്കുന്നത്? രക്ഷയിലേക്ക് വളരാൻ. അപ്പൊ ചില അമ്മമാർക്ക് പാല് കാണില്ല, അപ്പൊ കൊടുക്കുന്ന ചിലപ്പോൾ ഒട്ടകത്തിന്റെ പാൽ, അല്ല ഒട്ടകത്തിന്റെ അല്ല,
ഫോർമുല അതെനിക്കറിയത്തില്ല. ചിലപ്പോ ആടിന്റെ പാലായിരിക്കും, ചിലപ്പോ പശുവിന്റെ പാലായിരിക്കും, പാൽപ്പൊടിയായിരിക്കും. ഇപ്പൊ നല്ലപോലെ പാലുള്ള അമ്മയുടെ കൊച്ചാണെങ്കിൽ 2-3 മാസം ആകുമ്പോഴേക്കും നല്ലൊരു കണ്ടീഷൻ ആവില്ലേ? അപ്പൊ ഇതിപ്പോ പാൽപ്പൊടി കുടിക്കുന്നവര് കാണും, പിന്നെ ഷെറി പറഞ്ഞ ഫോർമുല കുടിക്കുന്നവര്. അതാണ് ഞാനവർക്ക് അത് വേറെ എന്തോ സാധനം. അപ്പൊ അല്ല, ശരിക്ക് പാല് കുടിക്കുവാണെങ്കിൽ വളർച്ച ദർശിക്കും. പാല് കുടിച്ചില്ലെങ്കിൽ രക്ഷയിലേക്ക് വളർന്നു വരാനായിട്ട് ദൈവത്തിന്റെ വചനം പറഞ്ഞിരിക്കുന്ന കാര്യമാണ് ഇല്ലേ? ഡേ ഓഫ് പെന്തിക്കോസ്റ്റിൽ അവര് വളരാനായിട്ട് അവിടെ എഴുതിയേക്കുന്ന ഇതൊക്കെ ചെയ്യുന്നു. ഏത് ഡേ ഓഫ് പെന്തിക്കോസ്റ്റിൽ അവർ വളർന്നത്? എന്തെങ്കിലും അങ്ങോട്ടും കൂടെ പറഞ്ഞാൽ മതി. ഷെറി ബി ആക്യുറേറ്റ്. അവരെങ്ങനെ വളർന്ന കാര്യം എഴുതിയിട്ടുണ്ട്. എന്തൊക്കെയാ ജോലി? അല്ല അങ്ങനെയല്ല, ഇതൊക്കെ ഞാൻ പറഞ്ഞേക്കും. അതെ, ഇതൊക്കെ സ്പെസിഫിക് ആയിട്ട് നോക്ക്. ഈ സഭകളുടെ ധർമ്മച്യുതിയുടെ കാരണം എന്താ? only one reason ആണ് ബൈബിൾ പഠിക്കാതെ. 2 റീസൺ ഇല്ല. അതെ, അപ്പസ്റ്റോലിക് പ്രബോധനം എന്നുള്ളത് നമ്മൾ ചിന്തിക്കുന്ന അപ്പസ്റ്റോലിക് ഡോക്ട്രിൻ, പ്രാർത്ഥന, കൂട്ടായ്മ, അപ്പം മുറിക്കല്, അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം അവിയലും സാമ്പാറും എല്ലാം കൂടെ കയറി കിടക്കുക. പക്ഷെ ഒരു കാര്യം കൂടെ എഴുതിയിട്ടുണ്ട്, അവർക്കുള്ളതെല്ലാം അവര് പൊതുവായിട്ട് എഴുതി. അങ്ങനെയാണ് എണ്ണുന്നത്. ആണോ ബാബു? അല്ല, ഈ ക്രിസ്തീയ വളർച്ചയ്ക്കുള്ള കാര്യമാണ് ഇത്. എന്റെ എന്ന് പറഞ്ഞിട്ട് ഈ ഇതിലെഴുതിയേക്കുന്ന പോലെ 1-2 കാര്യങ്ങൾക്ക് ഒരിക്കലും മതി വരില്ല എന്ന്. എന്തൊക്കെയാ? ഭൂമി, അഗ്നി, പിന്നെ വന്ധ്യയുടെ ഉദരം. ഇതൊന്നും മതി എന്ന് പറയില്ല എന്ന് പറഞ്ഞിരിക്കുന്ന പോലെ ഒരിക്കലും മതി എന്ന് പറയാത്തൊരു ഹൃദയമാണെങ്കിൽ കൊടുക്കാനൊന്നും കാണത്തില്ല കയ്യിൽ. കാണുമോ? ഇനിയും കിട്ടുന്ന അനുസരിച്ച് നമ്മൾ ഈ സഭാപ്രസംഗി വായിക്കുന്ന പോലെ ഭുജിക്കാൻ ഭക്ഷണം വർദ്ധിക്കുമ്പോൾ ഭുജിക്കാനുള്ളവരും വർദ്ധിക്കും എന്ന് പറഞ്ഞേക്കുന്ന പോലെ നമുക്ക് കൂടുതൽ കിട്ടുന്ന അനുസരിച്ച് നമ്മൾ കൂടുതൽ സ്കീം ഇട്ടാലും ഒരിക്കലും മിച്ചം ഉണ്ടാകത്തില്ല. ഉണ്ടാവും. അപ്പൊ ഇതിൽ നമ്മൾ ചിന്തിച്ചത്, അപ്പൊ ഈ നമ്മുടെ എല്ലാവരും വളർച്ച ദർശിക്കണം. വളർച്ച ദർശിച്ചില്ലെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? വളർന്നിട്ടില്ല എന്നാ. ഈ പറഞ്ഞ പോലെ ഷെറിൻ പറഞ്ഞ സാധനം കുടിച്ചിട്ട് ഫോർമുലയാ. ഇനിയിപ്പോ കുടിച്ചാൽ തന്നെയും ഈ ചിലപ്പോൾ ചിലർ ബൈബിൾ പഠിക്കും, പക്ഷെ എന്നാലും വളരില്ലാത്തതിന്റെ ഒരു റീസൺ എന്താ? ദഹിക്കുന്നില്ല, ദഹനക്കേടാ, ലൂസ് മോഷനാ. ലൂസ് മോഷൻ ഉണ്ടാകാതിരിക്കുന്ന എന്ത് ചെയ്യണം? അല്ല, ലൂസ് മോഷൻ ഉണ്ടാകാതിരിക്കുന്ന എന്ത് ചെയ്യണം? നോ, അത് വായിച്ച ജോലി. 1 Peter 2:1 പഠിക്കുന്ന വായിച്ചു. അത് സത്യവേദ പുസ്തകത്തിൽ വായിക്കാണ് ബെറ്റർ ഉണ്ടെങ്കിൽ. ഇല്ലെങ്കിൽ നിങ്ങൾ വായിച്ചത് അതാണ് വായിച്ച ജോലി. 1 Peter 2:1 പഠിക്കുന്ന വായിച്ചു. അപ്പൊ ഈ ജൂവലിന്റെ വളർച്ച ദർശിച്ച പോലെ എല്ലാവരെയും ദർശിക്കണം. ശ്രദ്ധിക്കണേ. ആകയാൽ സകല ദുഷ്ടതയും എല്ലാ ചതിവും വ്യാജഭാവവും അസൂയയും എല്ലാ നുണയും നീക്കിക്കളഞ്ഞ് ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ വചനം എന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പി. അപ്പൊ ഇത് ദഹനക്കേട് വരുന്ന ആർക്കാ ജോലി? നോ, ജനിച്ച കുട്ടിക്കൊക്കെ ഒരു പ്രശ്നമില്ല. അതെ, അത് നോക്ക്. ചിലത് തല ക്ലിക്ക് ചെയ്യത്തുള്ളൂ, അത് സിനിക്ക് ക്ലിക്ക് ചെയ്തു, വേറെ ആരും ക്ലിക്ക് ചെയ്തില്ല. പാൽപ്പൊടി അത് നോക്ക്. ഇത് ദഹിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ആദ്യം ഒന്നോടെ വെച്ചിട്ട് ഇത് നീക്കി കളയാതെ പാല് കുടിച്ചാൽ എന്ത് പറ്റും? ഇതിങ്ങനെ അൺഡൈജസ്റ്റഡ് ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. പിന്നെ മരുന്ന് കൊടുക്കാന്നുള്ളതേ ഉള്ളൂ, ഒന്നും രക്ഷയില്ല. അപ്പൊ ഈ രക്ഷിക്കപ്പെടുന്നവർക്ക് ഒന്നാമത് വ്യാജഭാവം പാടില്ല. നമ്മുടെ ഇല്ലാത്ത ആത്മീയത കൊട്ടിഘോഷിക്കരുത്. നമ്മൾ സ്പിരിച്വൽ അല്ലെങ്കിൽ സ്പിരിച്വൽ അല്ല എന്നുള്ള അത് അഡ്മിറ്റ് ചെയ്യുവാണെങ്കിൽ നമ്മൾ സ്പിരിച്വലി വളരും. അല്ല, ഇല്ലാത്ത സ്പിരിച്വാലിറ്റി കാണിച്ചിട്ട് ഒരു കാര്യമില്ല. അപ്പൊ വ്യാജഭാവം, പിന്നെ ചതിവൊന്നും നമ്മുടെ ഇടയിൽ ഇല്ല. ഉണ്ടോ ജോലി? നോണയുണ്ടോ? അല്ല, അതൊക്കെ അത് മാറ്റി കളഞ്ഞില്ലേ? ഒന്നോടെ വായിച്ച് ഈ ഇൻഡൈജഷന്റെ സാധനങ്ങൾ ഒന്നോടെ വായിച്ച ജോലി. അല്ല, ഒന്നോടെ ആദ്യം അപ്പൊ സകല ദുഷ്ടതയും നോക്ക്. ദുഷ്ടത, ക്രൂവൽ ഹാർട്ട്. ദുഷ്ടന് സമാധാനം ഇല്ല എന്ന് എന്റെ ദൈവം അയാൾ ചെയ്യുന്നു. കാരണം ഈ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഉള്ളി വരുമ്പോ ഈ കഠിന ഹൃദയം എങ്ങനെയായി തീരുന്നു? സോഫ്റ്റ് ആണ്, മൃദുല ഹൃദയമായിട്ട് തീരുന്നു. കരിങ്കലിന്റെ സ്ഥാനത്ത് മാംസമായി തീരുന്നു. അപ്പൊ ഈ ദുഷ്ടത മാറിയിട്ട് നമുക്ക് ഈ കണ്ണീരോടുകൂടി പ്രാർത്ഥിക്കാൻ എല്ലാവരെയും കൊണ്ടും പറ്റില്ല. പറ്റുമോ?
ശരി, കണ്ണീരോടുകൂടി പ്രാർത്ഥിച്ച ദൈവം പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരുമെന്ന് എഴുതിയിട്ടുണ്ട്. അന്ന് ഇന്ന് തുടങ്ങി കണ്ണീരോടുകൂടി തകർന്ന ഹൃദയത്തിന് മാത്രമേ കണ്ണീര് വരൂ. കണ്ണീര് വരണമെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഉള്ളിൽ കയറാതെ കണ്ണീര് വരില്ല. അതാണ് സകല ദുഷ്ടതയും എല്ലാ ചതിവും വ്യാജഭാവവും ഈ വ്യാജഭാവമാണ് നമുക്കില്ലാത്ത ആത്മീയരാണ് എന്ന് കാണിക്കുന്നത്. അല്ലെങ്കിൽ ഭയങ്കര ഇങ്ങനെയൊക്കെ പറയില്ലേ, ഭയങ്കര ആത്മാവിന്റെ പ്രവർത്തനമായിരുന്നു, ആത്മാവ് ഭയങ്കരമായിട്ട് ഇടപെട്ടുകൊണ്ടിരിക്കുകയോ ചെയ്തേ. ഇന്ന് അവിടെ ഭയങ്കരമായിട്ട് ആത്മാവ് ഇടപെട്ടു. ഈ ആത്മാവ് ഇടപെട്ടോ എന്നൊന്നും ആരും പറയേണ്ട ആവശ്യമില്ല. ഈ പറഞ്ഞ പോലെ തന്നെ യഥാർത്ഥമായിട്ടുള്ള ആത്മാവിന്റെ ഫലങ്ങൾ വെളിപ്പെടും, വളർച്ച ദർശിക്കും. ആരും കൊട്ടിഘോഷിക്കേണ്ട ആവശ്യമില്ല. ഇന്ന് ആത്മാവ് ഇടപെട്ടു, ഭയങ്കര ഉണർവായിരുന്നു, ഇതൊന്നും പറയേണ്ട ആവശ്യമില്ല. ഉണർവുണ്ട്, ഉണർവ് വെളിപ്പെട്ടോളൂ. പിന്നെ എന്താ എല്ലാ നുണയും നീക്കിക്കളഞ്ഞ്, എല്ലാ നുണയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലതരം നുണയുണ്ടോ? ഉണ്ടോ? എല്ലാ നുണയും അതെന്തൊക്കെയാണ്? അപ്പൊ ഈ രണ്ടും പോണം. കാരണം ഈ സാം 51:6 അതോടെ വെച്ച് ജോലി 6 ഇതാ അന്തരംഗത്തിലെ സത്യമാണ് നീ ഇച്ഛിക്കുന്നത്. അതെ, ഇത് അന്തരംഗത്തിലെ സത്യമാണ് നീ ഇച്ഛിക്കുന്നത്. അന്തരംഗത്തിലെ സത്യം നോക്കുക. കാരണം അസത്യം എന്ന് പറയുന്നത് പിശാചിന്റെ. കർത്താവിന്റെ തന്നെ ഒരു പേരെന്താ? സത്യം അല്ലെ. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. എഫേസ്യ ലേഖനത്തിൽ ഒരു സ്ഥലത്ത് എഴുതിയിട്ടുണ്ട്, സത്യം ക്രിസ്തുവിലായിരിക്കുന്നത് പോലെ അല്ലെ. അപ്പൊ ഈ നമ്മുടെ ഇടയിൽ നുണയുണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് ഒരു സ്റ്റാൻഡും ഇല്ല ക്രിസ്ത്യൻ ലൈഫ്. അബ്സല്യൂട്ട് ത്രൂ ആൻഡ് ത്രൂ ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള സത്യം ഇല്ലെങ്കിൽ നമുക്ക് ശാപത്തിൽ നിന്നുള്ളൊരു വിടുതലും കിട്ടത്തില്ല. അതുപോലെ ഒരു സ്പിരിച്വൽ വിടുതലും ഉണ്ടാകത്തില്ല. ബൈബിൾ പാടുമായിട്ട് ബൈബിൾ വായിക്കും, അത് എന്തായി പോകും? ലൂസ് മോഷൻ ആയി പോകും. അത് ശരീരത്തിൽ പിടിക്കില്ല, വളർച്ച ഉണ്ടാകത്തില്ല. അപ്പൊ സകല നുണയും പിന്നെന്താ ജോലി? അടുത്ത് സകല നുണയും നീക്കിക്കളഞ്ഞ് ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ വചനം എന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പിക്കും. അതെ, ഇത്ര സാധനങ്ങൾ നീക്കാതെ പാൽ കുടിച്ചിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. ഇപ്പൊ നോക്ക്, നോക്ക് പലപ്പോഴും ആൾക്കാർ പറയാറുണ്ട് ബൈബിൾ വായിച്ചിട്ടൊന്നും തലയിൽ കയറുന്നില്ല. ജോലി തന്നെ എന്നോട് പറഞ്ഞത്. ഇപ്പൊ ഇതേ ജോലി തന്നെ എന്നോട് പറഞ്ഞു. ഇപ്പൊ വായിക്കുമ്പോൾ എല്ലാം മനസ്സിലാവുന്നുണ്ട്. അപ്പൊ ഈ ആദ്യം ഇൻഡൈജഷൻ ആയിരുന്നു, അപ്പൊ പലതും മാറ്റി കളഞ്ഞിട്ടുണ്ട്. ഇനിയും കാണും ചിലപ്പോൾ പലതും മാറ്റാനായിട്ട് ഇനിയുണ്ടോ? അപ്പൊ ഈ റെവലേഷൻ 21 21 7 തുടങ്ങി വായിക്കുമ്പോൾ ശ്രദ്ധിക്കണം. വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ്. എല്ലാം പ്രധാനപ്പെട്ടതാണെന്നാലും 21:7 തുടങ്ങി വായിക്കുമ്പോൾ അതൊന്ന് വായിക്കും. ജേതാവിന് ഈ അവകാശം ലഭിക്കും. അപ്പൊ ആർക്കാ കിട്ടുന്നത്? നമുക്കൊരു കാര്യം നമ്മൾ ശ്രദ്ധിച്ചിട്ടുള്ള, റെവലേഷനിലെ 7 സഭയ്ക്കും വാഗ്ദത്തം കൊടുത്തേക്കുന്നത് ഒൺലി ഫോർ ജേതാവിന് മാത്രമേ ഉള്ളൂ. ജേതാവിനല്ലാത്തവർക്കൊന്നും ബൈബിളിൽ ഒരു വാഗ്ദത്തം ഇല്ല. ജേതാവിന് ഈ അവകാശം ലഭിക്കും. ഞാൻ അയാളുടെ ദൈവവും അയാൾ എന്റെ പുത്രനുമായിരിക്കും. ഭീരുവിന്റെയും അവിശ്വസ്തന്റെയും കളങ്കിതന്റെയും കൊലയാളിയുടെയും വ്യഭിചാരിയുടെയും മന്ത്രവാദിയുടെയും വിഗ്രഹാരാധകന്റെയും സർവ്വനുണയരുടെയും ഓഹരി ഗന്ധകമെരിയുന്ന തീത്തടാകമായിരിക്കും. ഇതാണ് രണ്ടാമത്തെ മരണം. അതില് എങ്ങനെയുള്ള നമ്മൾ പറഞ്ഞ 2 ടൈപ്പ് ഇവിടെ നുണ ക്ലാസിഫൈ ചെയ്തിട്ടില്ല. ഉണ്ടോ ജോലി? സകല നുണയരുടെയും ഓഹരി ഗന്ധകം എരിയുന്ന തീത്തടാകം. ഇത് ആലോചിച്ചു ഒന്ന് ചിന്തിച്ചു നോക്ക്. ഇത് പരിശുദ്ധാത്മാവ് പേടിപ്പിക്കാനായിട്ട് എഴുതിയേക്കുന്നതാണോ? അല്ല. ഒരിക്കലും ആൾക്കാർ പറയാറില്ലേ, ഇതെല്ലാം ഈ മതങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ എഴുതിയാലേ ഈ ഹ്യൂമാനിറ്റി കോ എക്സിസ്റ്റ് ചെയ്തുള്ളൂ, അതുകൊണ്ട് നന്മകളൊക്കെ എഴുതി വെച്ചേക്കുന്നതാണ്. അതൊക്കെ കാണും. പക്ഷെ ഇത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എഴുതി തന്നിരിക്കുന്ന സകല നുണയരുടെയും. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നമ്മളെല്ലാം ആദാമിന്റെ സന്തതി, സ്പോണ്ടേനിയസ് ആയിട്ടുള്ള നമ്മുടെ നേച്ചർ നുണ പറയുക എന്നുള്ളതായിരിക്കും. ബട്ട് അത് ഗ്രാജുവലി നമ്മൾ പറയാതിരിക്കുന്നതോറും അതിന്റെ ടെൻഡൻസി കുറഞ്ഞു വരും. ഇൻ കേസ് അത് കുറയാൻ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സ്പോണ്ടേനിയസ് ആയിട്ട് വായിന്ന ഒരു നുണ വന്നാൽ ഇമ്മീഡിയറ്റ്ലി കറക്റ്റ് ചെയ്യുക. ഈ അടുത്ത ദിവസം ഏതോ ഒരു കാര്യത്തിൽ എൻ്റെ വായിന്ന് എന്താ പറയുന്നത് എന്നാ ഞാൻ ഓർക്കുന്നില്ല, പെട്ടെന്ന് കറക്റ്റ് ചെയ്തു. സ്പോണ്ടേനിയസ് ആയിട്ട് വന്ന നുണയാണ്. കാരണം നമ്മൾ ഈ ജഡത്തിൽ ജീവിക്കുന്നിടത്തോളം കാലം ആദാമിന്റെ എന്താ ഞാൻ ഓർക്കുന്നില്ല, അപ്പൊ തന്നെ ഇമ്മീഡിയറ്റ്ലി കറക്റ്റ് ചെയ്തു. നാച്ചുറലി വന്ന നുണയായിരുന്നു. ഞാൻ എന്തോ ഒരു കാര്യം ഇപ്പോഴാണ് ഓർത്തേ. അപ്പൊ ഉച്ച കഴിഞ്ഞുള്ള സമയത്ത് എനിക്ക് എന്താ പറയുന്നത്, ആരോ ഒരു കാര്യത്തിന് ഒരു ഇതിനു വേണ്ടി ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഫുള്ളി ബുക്ക്ഡാന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ ബുക്ക്ഡ് അല്ലായിരുന്നു.
അപ്പൊ പെട്ടെന്ന് നുണ പറഞ്ഞതിനെ കുറിച്ച് ഡിറ്റക്ട് ചെയ്ത് പിന്നെ ഞാൻ പറഞ്ഞു ഫ്രീ അല്ല എന്ന് കറക്റ്റ് ചെയ്ത് പറഞ്ഞു. ഞാൻ പറഞ്ഞു നമ്മുടെയൊക്കെ ടെൻഡൻസി, നമ്മുടെ എല്ലാവരുടെയും ടെൻഡൻസി, നമ്മളെല്ലാം ഈ ജഡത്തിൽ കഴിയുന്നിടത്തോളം കാലം വി വിൽ ബി ടെംപ്റ്റഡ്, എല്ലാവരും മരണം വരെ. അപ്പൊ അതിൽ നിന്ന് നമ്മൾ കോഷ്യസ് ആയിട്ട് ജീവിക്കുക. ഇൻ കേസ് നമുക്കൊരു തെറ്റ് പറ്റിയാൽ ഇമ്മീഡിയറ്റ്ലി കറക്റ്റ് ചെയ്യുക. അതാ ക്രിസ്ത്യൻ ലൈഫ്. അല്ലാതെ ഇനി ഒരിക്കലും മരണം വരെ പാപം ചെയ്യില്ല എന്ന് ആരെങ്കിലും പറയാൻ പറ്റുമോ? ഇല്ല. വി മേ ഫോൾ, ബട്ട് ജെറമ്യാ പറഞ്ഞേക്കുന്ന വീണാൽ നിങ്ങൾക്ക് എഴുന്നേറ്റുകൂടെ. അപ്പൊ ഇതില് ലെറ്റസ് കം ബാക്ക് ടു, അപ്പൊ നമ്മൾ ചിന്തിച്ചത് അന്ധനെ വഴി തെറ്റി ഡ്യൂട്രോമി 27 വന്നിട്ട് ആ എല്ലാ ടോപ്പിക്കും നമ്മളൊന്ന് ചിന്തിച്ചിട്ട് 27 അപ്പൊ അന്ധനെ വഴി തെറ്റിക്കുന്നതെന്ന് പറയുന്നത് സുവിശേഷം പറയാതിരിക്കുന്ന ഒരു സീരിയസ് എററാണ്. സുവിശേഷം പറയണമെങ്കിൽ നമ്മൾ നമ്മുടെ വളർച്ച ദർശിക്കണം, നമ്മളെ തന്നെ കാത്തു സൂക്ഷിക്കണം. നമ്മുടെ വളർച്ച ദർശിക്കണമെങ്കിൽ പാല് കുടിക്കണം. പാല് വെറുതെ കുടിച്ചാൽ പോരാ. ഈ ആദ്യം പറഞ്ഞേക്കുന്നത് എല്ലാം എന്തിന്റെ സൈന? മാനസാന്തരത്തിന്റെ സൈന. അതായത് മാനസാന്തരപ്പെട്ട് രക്ഷിക്കപ്പെട്ട് ദൈവത്തിന്റെ വചനത്തിൽ ജീവിച്ചാൽ നമ്മുടെ വളർച്ച ദർശിക്കും. ഇത്രേ ഉള്ളൂ. ഈ മാനസാന്തരപ്പെടാതെ രക്ഷിക്കപ്പെട്ടാലോ? അല്ല, മാനസാന്തരപ്പെടാതെ രക്ഷിക്കപ്പെടില്ല. പക്ഷെ അങ്ങനെ രക്ഷിക്കപ്പെട്ടേക്കുന്ന ആൾക്കാരുണ്ട്. രക്ഷിക്കപ്പെട്ടേക്കുന്ന മീൻസ് അങ്ങനെ രക്ഷിക്കപ്പെട്ടെന്ന് തെറ്റിദ്ധരിച്ചേക്കുന്നത് നമ്മൾ വായിക്കുന്നുണ്ട്. അവനവന്റെ കൺമുമ്പിൽ പരിശുദ്ധരെങ്കിലും മാലിന്യം കഴുകി കളയാത്ത ഒരു കൂട്ടരുണ്ട്. ദെൻ മാത്യു 7 നമ്മൾ വായിക്കുന്നുണ്ട്. അവർ അന്ത്യ ദിവസം വന്ന് പറയും ഞങ്ങൾ ഇതൊക്കെ ചെയ്തതാണ്. കർത്താവ് പറയും അവരുടെ കാര്യം ഏറ്റവും കഷ്ടം. ഇപ്പൊ ഒരു ഹിന്ദുവിനെ സംബന്ധിച്ചാണ് നരകത്തിൽ പോകുന്നതിന് അത്ഭുതപ്പെടാനില്ല. അല്ലെങ്കിൽ ഒരു മുസ്ലിം നരകത്തിൽ പോകുന്നതിന് ഇപ്പൊ അവന് അത്ഭുതപ്പെടാനില്ല. കാരണം അവർക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഒത്തിരി ചിന്തിച്ചിട്ടല്ല, കുറെ കള്ളനുണകളൊക്കെ ഉള്ളൂ. എന്നാൽ ഏറ്റവും അൺഫോർച്ചുനേറ്റ് ആയിട്ടുള്ള ആൾക്കാർ രക്ഷിക്കപ്പെട്ടു എന്ന് തെറ്റിദ്ധരിച്ച് ജീവിച്ച് രക്ഷിക്കപ്പെടാതെ മരിച്ച് നരകത്തിൽ പോകുന്നവരുടെ കാര്യമാണ് ഏറ്റവും ദുഃഖകരമായിട്ടുള്ള കാര്യം. മജോറിറ്റി അങ്ങനെയായിരിക്കും കർത്താവ് പറഞ്ഞിരിക്കുന്നത്. കർത്താവ് പറഞ്ഞു മെനി വിൽ കം, അല്ലേ? ദാറ്റ് മെനി വിൽ കം, അവരെല്ലാം റിജക്റ്റഡ് ആവും. ഫ്യൂ വിൽ ബി സേവ്ഡ്. രണ്ടും കർത്താവ് പറഞ്ഞു. ഫ്യൂ വിൽ ബി സേവ്ഡ് ആൻഡ് മെനി വിൽ ബി റിജക്റ്റഡ്. കർത്താവ് വേറൊരു സ്ഥലത്ത് പറഞ്ഞു അനേകര് പ്രവേശിക്കാൻ ശ്രമിക്കും, പക്ഷെ നടക്കില്ല. പക്ഷെ നമ്മുടെ ഇന്നത്തെ 21-ാം നൂറ്റാണ്ടില് ഈ രക്ഷിക്കപ്പെടുക എന്ന് പറയുന്നത് ഏറ്റവും നിസ്സാരമായിട്ടുള്ള ഒരു കാര്യമായിട്ടാണ്. രക്ഷിക്കപ്പെട്ടതൊക്കെയാ, പക്ഷെ ഇത്തിരി എന്താ പണ്ട് ആരാണ്ട് പറഞ്ഞ പോലെ ഉള്ളൂ. എന്താ പെണ്ണ് കാണാൻ പോയപ്പോ പറയാൻ സമയമില്ല. പെണ്ണ് കാണാൻ പോയപ്പോ ചെറുക്കൻ ചീത്ത സ്വഭാവം എന്തുണ്ടെന്ന് ചോദിച്ചപ്പോ ഇല്ല കുഴപ്പമൊന്നുമില്ല, വെളുത്തുള്ളി തിന്നും. അതിപ്പോ അത്ര പ്രശ്നമൊന്നുമില്ല. ഇല്ല എന്നൊന്നും ഇല്ല, വലിയ കള്ളു കുടിച്ചൊക്കെ വരുമ്പോ വീട്ടിൽ വരുമ്പം അതിന്റെ സ്മെല്ല് വരാതിരിക്കാൻ അപ്പൊ കള്ളു കുടിക്കുമെന്ന് ചോദിച്ചു. ഇല്ല കള്ളൊന്നും എന്നൊന്നും കുടിക്കില്ല, വലിയ അല്ല കട്ടോ മോട്ടിച്ചോ ഒക്കെ പൈസ കിട്ടുവാണെങ്കിൽ അന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ കളവും മോഷണം ഉണ്ടോ എന്ന് ചോദിച്ചു. ഇല്ല കളവും മോഷണമൊന്നും ഇല്ല, ഈ ചീട്ട് കളിക്കാൻ പോയി പൈസ കിട്ടാതെ വന്നാൽ മാത്രമേ കളവും മോഷണവും ഉള്ളൂ എന്ന് പറഞ്ഞ പോലത്തെ ഇപ്പൊ സുവിശേഷം പോയിക്കൊണ്ടിരിക്കുന്നു. ഓരോന്ന് ഉള്ളി തൊണ്ട് വിളിക്കുന്ന പോലെ തൊണ്ട് വിളിച്ചു വന്നു കഴിയുമ്പോ ഒന്നുമില്ലാത്ത കണ്ടീഷനാണ്. കാരണം രക്ഷയ്ക്ക് അത്ര വാല്യൂ കൊടുത്തിട്ടുള്ളൂ. കാരണം അപ്പസ്തലന്മാരെല്ലാം പഠിപ്പിച്ചു നിഷ്പക്ഷമായിട്ട് വിധിക്കുന്നവനെയാണ് പിതാവെന്ന് വിളിക്കുന്നതെങ്കിൽ ജീവിതകാലം മുഴുവൻ ഭയത്തോടും വിറയലോടും കൂടി ജീവിക്കുക. അല്ലെ നമ്മൾ ഈ കാണുന്ന പോലെ ചെറിയൊരു നുണ, ചെറിയൊരു കള്ളത്തരം ചെയ്തു, ദരിദ്രരോട് കരുണയില്ല. അപ്പം നമ്മൾ ഇത് എല്ലാവർക്കും അറിയാം. ഏകസത്യദൈവമായ നിന്നെയും നീ അയച്ച യേശു ക്രിസ്തുവിനെയും അറിയുന്നതാണ്. എല്ലാവരും അറിഞ്ഞോലെ. അതിന് വേറൊരു സ്ഥലത്ത് എഴുതിയിട്ടുണ്ട്. ജെറമ്യാ 22:16 വായിക്കും. വായിച്ചേ ബാബു. 16 അയാൾ പാവപ്പെട്ടവർക്കും ദരിദ്രർക്കും നീതി നൽകി, അത് ശുഭകരവുമായി. ഇതല്ലേ എന്നെ അറിയുക എന്നത്. അതെ, ഇവിടെ എഴുതിയേക്കുന്നത് ഇതല്ലേ എന്നെ അറിയുക എന്ന്. ഏക സത്യദൈവമായ ക്രിസ്തുവിനെ അറിയുന്നതാണ് ജീവൻ. വേറെ സ്ഥലത്ത് എഴുതിയേക്കുവാണ്. എന്താ എഴുതിയേക്കുന്നത്? പാവപ്പെട്ടവർക്കും ദരിദ്രർക്കും നീതി നൽകി, അതല്ലേ ദൈവത്തെ അറിയുക എന്ന് പറഞ്ഞു. അപ്പോ ഈ പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് ഹൃദയത്തിൽ ഒരു സ്ഥാനമില്ല, ദരിദ്രർക്ക് വേണ്ടി ഹൃദയത്തിൽ ഒരു സ്ഥാനമില്ല, അനാഥർക്ക് വേണ്ടി ഒരു സ്ഥാനമില്ല, വിധവകൾക്ക് വേണ്ടി ഒരു സ്ഥാനമില്ല. രക്ഷിക്കപ്പെട്ടെന്ന് പറയുകയും ചെയ്താൽ അതിന് നമ്മൾ വിശ്വസിക്കണം. യോഹന്നാൻ എഴുതി എല്ലാ ആത്മാക്കളെയും വിശ്വസിക്കരുത്. അത് യഥാർത്ഥത്തിൽ രക്ഷിക്കപ്പെട്ടതാണോ അല്ലെങ്കിൽ ദൈവത്തിൽ നിന്നുള്ളതാണോ എന്ന് ശോധന ചെയ്യണം. യാക്കോബ് എഴുതി യഥാർത്ഥമായിട്ടുള്ള വിശ്വാസം അല്ലെ ഭക്തി അല്ലെ റിലീജിയൻ എന്ന് പറഞ്ഞാൽ എന്താണ് യാക്കോബ് എഴുതി? അനാഥരെയും വിധവകളെയും സന്ദർശിക്കുന്നതും ലോകത്തിന്റെ മാലിന്യങ്ങളിൽ നിന്ന്. അപ്പൊ ഇങ്ങനെയുള്ള ഈ സുവിശേഷത്തിന്റെ ഒരു 50 അതല്ലെ ക്രിസ്ത്യൻ ലൈഫിന്റെ 50 പാർട്ട് അനാഥരെയും വിധവകളെയും സന്ദർശിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? വീട്ടിൽ പോയിട്ട് വരിക എന്നാണോ?
അതായത് അവരുടെ ബുദ്ധിമുട്ടുകളിൽ അവരെ സന്ദർശിക്കാത്ത ഒരു ക്രിസ്തീയ ജീവിതം രക്ഷിക്കപ്പെട്ട ഒരു ജീവിതമേ അല്ല. ദൈവം നമുക്ക് തരുന്ന നമ്മുടെ സ്വന്തം എന്ന് വിചാരിക്കുന്നത് ക്രിസ്ത്യ ജീവിതമേ അല്ല. അവർ രക്ഷിക്കപ്പെട്ടിട്ടുണ്ടാകാൻ ചാൻസ് ഇല്ല. ഈ പരിശുദ്ധാത്മാവ് കയറിയാൽ എല്ലാ സത്യത്തിലേക്കും വഴി നടത്തും, എല്ലാ നന്മയിലേക്കും വഴി നടത്തും. ഈ പരിശുദ്ധാത്മാവിന്റെ സ്ഥാനത്ത് പരിശുദ്ധാത്മാവാന്ന് പറഞ്ഞ് വേറൊരു ആത്മാവ് കയറിയിരുന്നാല് എല്ലാം ഓപ്പോസിറ്റ് ആയിട്ട് വഴി നടത്തിക്കൊണ്ടേയിരിക്കും. പക്ഷെ ഇന്നിപ്പോ പരിശുദ്ധാത്മാവിനെയും ക്രിസ്തുവിനെയും ബലിയാലിനെയും തിരിച്ചറിയാൻ പറ്റാത്ത ഒരു ക്രിസ്ത്യ കോള പോയിക്കൊണ്ടിരിക്കും. ദൈവപ്രവർത്തനം ഏതാ, പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം ഏതാണെന്ന് അറിയില്ല. ആ ഭാവി ഫലം പ്രവചിക്കുന്ന അടിമ പെൺകുട്ടി പ്രവചിക്കുന്നതും അഗവാസ് പ്രവചിക്കുന്നതും തമ്മിൽ തിരിച്ചറിയാൻ പറ്റാത്ത ക്രിസ്ത്യ കോണം. അഗവാസ് പ്രവചിച്ചു അല്ലെ, പരിശുദ്ധാത്മാവിനാൽ പ്രവചിച്ചു. ഈ നമ്മുടെ പെങ്കൊച്ചി പ്രവചിച്ചതോ ദുരാത്മാവിനല്ല. പക്ഷെ കേൾക്കുന്ന ഇന്നത്തെ വിശ്വാസി എന്ത് പറയും? അല്ല, ഇത് അവരെ ഡിസ്റ്റിങ്വിഷ് ചെയ്യുന്നില്ലല്ലോ. അപ്പൊ ഇവിടെ ഒരു പെങ്കൊച്ചുണ്ട്, നല്ലൊരു പ്രവാചക, കറക്റ്റായിട്ട് പ്രവചിക്കും. അതെ, തീർച്ചയായിട്ടും അതെ. അല്ല, ഈ ഉള്ളി പരിശുദ്ധാത്മാവ് കയറാത്ത വിശ്വാസിയുടെ പ്രശ്നങ്ങൾ ഇതല്ല. ഉള്ളി പരിശുദ്ധാത്മാവ് നമ്മൾ ഫസ്റ്റ് അല്ലെന്ന്, ഈ പരിശുദ്ധാത്മാവ് കയറി അത് തന്നെ വലിയ വരാജോലി. ഇനി അല്ലാതെ ഈ ഭൂതശാന്തി വരം കുറെ വരങ്ങളൊക്കെ പറയുന്നത് കൂടാതെ തന്നെ സ്പിരിറ്റ് ഓഫ് ഡിസേൺമെന്റ് ഉണ്ട്. അറ്റ് ദി സെയിം ടൈം ഫസ്റ്റ് ജോണില് യോഹന്നാൻ പറയുന്നത് എന്താ? അതല്ല, ചാപ്റ്റർ 2, ഫസ്റ്റ് ജോൺ ചാപ്റ്റർ 2 അവനിൽ നിന്നുള്ള അഭിഷേകം നിങ്ങളിൽ ഉണ്ട് എങ്കിൽ ആര് നിങ്ങളെ പഠിപ്പിക്കണ്ടെന്ന് പറഞ്ഞേക്കുന്ന ബൈബിൾ പഠിക്കണ്ടെന്നുള്ള അർത്ഥത്തിലാണ്. അവിടെ ടോപ്പിക് എന്താ? അതെ, അതായത് ഈ കള്ള ആത്മാവിനെ തിരിച്ചറിയാനായിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഉള്ളിലുണ്ടെങ്കിൽ ഈസി ആയിട്ട് മനസ്സിലാവും. പലപ്പോഴും ആൾക്കാർ പറയാറില്ല, ഇത് കാണുമ്പോൾ എന്തൊരു പ്രശ്നം തോന്നി എന്ന് പറയുന്നില്ല, അത് പരിശുദ്ധാത്മാവ് പറയുന്ന. അതിനെ അവഗണിച്ചു കഴിഞ്ഞാൽ മാത്രമേ അത് നമ്മൾ അബദ്ധത്തിൽ ചെന്ന് വീഴത്തുള്ളൂ. അപ്പൊ നമ്മളിവിടെ ചിന്തിച്ചത് അനാഥനും വിധവയ്ക്കും പ്രവാസിക്കും നീതി നിഷേധിക്കുന്നവന്റെ മേൽ ശാപമുണ്ട്. അപ്പൊ നമ്മൾ ദരിദ്രനെ അവഗണിച്ച് കഴിയുമ്പോൾ, ദരിദ്രനെ കാണാതെ വിടുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ സഹായിക്കേണ്ടവരെ സഹായിക്കാതെ നമ്മുടെ കാര്യം തന്നെ നോക്കി നടക്കുമ്പോൾ നമ്മുടെ മേൽ എന്തുണ്ട്? യേശുക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ച ശാപം നീങ്ങണമെങ്കിൽ ഇതൊക്കെ നമ്മൾ ചെയ്തേ പറ്റൂ. കർത്താവ് പാപത്തിന് പരിഹാരമായിട്ട് മരിച്ചു. നമ്മൾ പാപത്തിന്റെ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ട് കർത്താവ് നമ്മുടെ പാപത്തിൽ നിന്ന് വിടുവിച്ചെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ട്. സെയിം ആയത് ഈ എക്സോഡസ് 22 എടുക്കുമ്പോൾ 22 തുടങ്ങി വായിക്കുമ്പോൾ ഭാഗം വായിക്കാം. വിധവയെയോ അനാഥനെയോ നിങ്ങൾ പീഡിപ്പിക്കരുത്. നിങ്ങൾ അവരെ പീഡിപ്പിക്കുകയും അവർ എന്നോട് നിലവിളിക്കുകയും ചെയ്താൽ ഞാൻ തീർച്ചയായും അവരുടെ നിലവിളി കേൾക്കും. എന്റെ കോപം ജ്വലിക്കും. ഞാൻ നിങ്ങളെ വാളുകൊണ്ട് കൊല്ലും. നിങ്ങളുടെ ഭാര്യമാർ വിധവകളും കുട്ടികൾ അനാഥരുമാകും. നമ്മളൊരാള് അൺടൈംലി മരിച്ചു, അല്ലെങ്കിൽ ഒരാൾക്ക് ആക്സിഡന്റ് പറ്റി, ഒരാൾ മരിച്ചു കഴിയുമ്പോൾ നമുക്കൊന്നും അറിയത്തില്ല, ഇല്ലേ? പക്ഷെ ഇതിന്റെ പിന്നില് ഒരു കാര്യം നമ്മൾ ധൈര്യമായിട്ട് നമുക്കറിയാവുന്ന ഒരു കാര്യം, ദൈവം അറിയാതെ ഒന്നും സംഭവിക്കത്തില്ല. ദൈവം ഓർഡർ ചെയ്യാതെ ഒരു പിശാചും ആരെയും കൊല്ലുകയോ ഇല്ല, ഉപദ്രവിക്കുകയോ ഇല്ല. കാരണം ഗോഡ് ഈസ് സുപ്രീം സോവറിൻ. ഇവിടെ പറഞ്ഞേക്കുന്ന നോക്ക്, നമ്മുടെ ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് ഈ പൂവർ. ചിലപ്പോൾ ഇതിനകത്ത് ഇപ്പൊ ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് ഈ പൂവർ ശരിയല്ലാത്തതും നമ്മുടെ അടുത്ത് സഹായത്തിന് ഒരാൾ വന്നിട്ട് നിഷേധിക്കുന്നതും രണ്ടല്ലേ അല്ലേ വറീസ്? അതായത് ആറ്റിറ്റ്യൂഡ് അതൊരു ജനറൽ ക്യാരക്ടറാണ്. നമുക്ക് ദരിദ്രരോട് അനുകമ്പ ഉണ്ടായിരിക്കണം. പക്ഷേ വറീസിന്റെ അടുത്ത് ഒരാൾ സഹായത്തിന് വേണ്ടി വന്നത് വറീസിന്റെ ഈ പൈസ ഉണ്ട് താനും, പക്ഷെ അവന്റെ കയ്യിൽ ഇല്ല എന്ന് പറഞ്ഞ് പോകുന്ന വഴിക്ക് അവൻ ഹൃദയം തകർന്നു പോയാൽ മിക്കവാറും ഹിറ്റ് ലിസ്റ്റിൽ പെടും. ഇവിടെ എഴുതിയേക്കുന്നത് ഭാര്യ എന്താവും എഴുതിയേക്കുന്നത്, ദൈവം എഴുതിയേക്കുന്നത് ഞാൻ കൊല്ലൂന്ന് എഴുതിയേക്കുന്നത്, അല്ല പിശാച് കൊല്ലൂന്നാണ് എഴുതിയേക്കുന്നത്. അവർ എന്നോട് നിലവിളിക്കുകയും അവരുടെ നിലവിളി ഞാൻ കേൾക്കും. എന്റെ കോപം ജ്വലിക്കും. ഞാൻ നിങ്ങളെ വാളുകൊണ്ട് കൊല്ലും. നിങ്ങളുടെ ഭാര്യമാർ വിധവകളും കുട്ടികളും അനാഥനുമാകും. അപ്പൊ നമ്മുടെ ജീവിതത്തില് ക്രിസ്ത്യൻ ലൈഫ് എന്ന് പറയുന്നത് ഒരു ഭയങ്കര റെസ്പോൺസിബിൾ ലൈഫാണ്. നമ്മുടെ കൺമുമ്പിൽ ആവശ്യക്കാരനായിട്ട് ഒരാളെ വന്നിട്ട്, ഈ പ്രോവേർബ്സ് 3 നമ്മൾ വായിക്കുന്നുണ്ട്, കൺമുമ്പിൽ വരുന്ന ആവശ്യക്കാരനെ, ഇത് ഡേഞ്ചറസ് ആയിട്ടുള്ള 1-2 ആൾക്കാരുണ്ട് ബൈബിളിൽ. ഒന്ന് ദരിദ്രര്, അനാഥര്, വിധവകൾ, അന്യന്റെ ഭാര്യ. ഇതൊക്കെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ ചിലപ്പോ ഹിറ്റ് ലിസ്റ്റിൽ പെട്ട് അടിച്ചു പോകും. ഓർത്തിരിക്കും, അല്ല കളിയായിട്ട് പറയുന്നല്ല. അപ്പൊ ഇതിനകത്ത് നമ്മുടെ ജീവിതത്തിൽ അതിനെ നമുക്കൊരു ബുക്ക് എഴുതി തന്നേക്കുന്നത്. പ്രോവേർബ്സ് 3 സുഭാഷിതം 3 അതിന്റെ 27 നന്മ ചെയ്യാൻ കഴിവുള്ളപ്പോൾ
അർഹതയുള്ളവർക്ക് അത് നിഷേധിക്കരുത്. അത് നിന്റെ കയ്യിലുള്ളപ്പോൾ പോയി വീണ്ടും വരൂ, നാളെ ഞാനത് തരാം എന്ന് നിന്റെ അയൽക്കാരനോട് പറയരുത്. അതിന്റെ 28ന്റെ 27 വായിക്കുമ്പോ ദരിദ്രന് കൊടുക്കുന്നവന് ഇല്ലായ്മ വരില്ല, ദരിദ്രന്റെ നേരെ കണ്ണടയ്ക്കുന്നവനോ ഏറെ ശാപമുണ്ടാകും. നമ്മൾ കഴിച്ചതിനെ കുറിച്ച് വായിക്കുന്നത് എല്ലാം ആ ഹെഡിങ്ങിന്റെ അണ്ടറിൽ ഇതെല്ലാം എഴുതിയേക്കുന്നത്. അത് ഇംഗ്ലീഷിലൊന്ന് വായിക്കുമോ രഞ്ജിത്തെ? 28-27 He who gives to the poor will not lack, but he who hides his eyes will have many curses. How many curses? ദരിദ്രന്റെ നേരെ കണ്ണടയ്ക്കുന്നവന് മേൽ എന്താണ് എഴുതിയേക്കുന്നത്? Many curses. നമ്മൾ വിചാരിക്കുന്ന പോലെ ക്രിസ്ത്യൻ ലൈഫ് ഐശ്വര്യമായിട്ട് പോകണമെങ്കിൽ ഇതിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങളെല്ലാം അനുസരിച്ചേ പറ്റൂ. കർത്താവ് വന്ന് ജീവൻ നൽകാനും സമൃദ്ധമായിട്ടുള്ള ജീവൻ നൽകാനും, അല്ലാതെ നമ്മളെ ഒരു ഹാഫ് ലൈഫിൽ വിടാൻ വേണ്ടിയിട്ടല്ല. പക്ഷെ ദൈവത്തിന്റെ വചനം അനുസരിച്ച് പറ്റൂ. നമ്മൾ ആദ്യം ചിന്തിച്ചതാ അനുഗ്രഹത്തിനുള്ള കണ്ടീഷൻ ഡ്യൂട്രോമി 28:1, അതായത് ദൈവത്തിന്റെ വചനം ശ്രദ്ധയോടെ കേട്ട അനുസരിച്ചാൽ. ശാപത്തിനുള്ള കാരണം ദൈവത്തിന്റെ വചനത്തെ ഡിസ്റിഗാർഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ ദരിദ്രരോടുള്ള കാര്യത്തിൽ നമ്മൾ റൈറ്റ് അല്ലെങ്കിൽ എന്തുണ്ടാവുന്ന ഏറെ ശാപം ഉണ്ടാവും. ദെൻ ഡ്യൂട്രോമി 27 തിരികെ വരുമ്പോൾ നമുക്ക് വിൽ കംപ്ലീറ്റ് ഇറ്റ്. ഡ്യൂട്രോമി 27 അപ്പൊ ഈ അനാഥൻ, വിധവ, ദരിദ്രൻ അവരോടുള്ള ആറ്റിറ്റ്യൂഡ് ശരിയല്ലെങ്കിൽ അതിനകത്ത് കഴിച്ചു കയറി വരുന്ന ചാനലുകളാ. ദെൻ പിന്നീട് എഴുതിയേക്കുന്ന മുഴുവൻ സെക്ഷൽ ഇമൊറാലിറ്റിയാണ്. അത് ജനറലൈസ് ചെയ്യുമ്പോൾ പിതൃഭാര്യയുടെ നഗ്നത, പിതാവിന്റെ നഗ്നത, പിതൃഭാര്യയുടെ കൂടെ ചെയ്യിക്കുന്ന ശാപം ജനങ്ങളെല്ലാം എന്ന് പറയണം ഏതെങ്കിലും അങ്ങനെ ഇത്. ദെൻ ജനറലി സെക്ഷൽ ഇമൊറാലിറ്റി നിർത്താൻ മതി. സെക്ഷൽ ഇമൊറാലിറ്റി ശാപം കൊണ്ടുവരും. ദെൻ ഇതോടെ ഞാൻ ചിന്തിച്ചാൽ മതി. അതിന്റെ 24ാം സെന്റൻസില് അയൽക്കാരനെ രഹസ്യത്തിൽ വധിക്കുന്നവൻ ശാപം. നിരപരാധിയെ വധിക്കാൻ കൈക്കൂലി വാങ്ങുന്നതിന് ശാപം. അതായത് മർഡർ, കൊല ചെയ്താല് ഇത്തിരി പ്രശ്നം. കൊല ചെയ്താല് നിയമത്തിൽ എന്താ പറയുന്നത്? ഈ അല്ല കണ്ണു കാണുന്നുള്ളതല്ല, ഈ നമ്പേഴ്സ് 33 നമ്പേഴ്സ് 33 അല്ല 35 നോക്കിക്കോ. അതിന്റെ 29 അല്ല 32 തുടങ്ങിയെന്ന് വായിച്ചു. 35ന്റെ 29 തുടങ്ങി വായിക്കുമ്പോ 35ന്റെ 29 തുടങ്ങി. കിട്ടിയില്ലേ? നമ്പേഴ്സ് 35. അത് മനുഷ്യനെ കൊല്ലുന്നവനെ സാക്ഷികൾ നൽകുന്ന തെളിവിന് അല്ല, ഞാൻ വായിക്കാൻ പറ്റും. മനുഷ്യനെ കൊല്ലുന്നവനെ സാക്ഷികൾ നൽകുന്ന തെളിവിന് വിധേയമായി വധിക്കണം. ഒരൊറ്റ സാക്ഷിയുടെ മൊഴി അനുസരിച്ച് മാത്രം ആരെയും വധിക്കരുത്. വധശിക്ഷ അർഹിക്കുന്ന കൊലയാളിയുടെ ജീവന് വേണ്ടി വീണ്ടെടുപ്പ് വില സ്വീകരിക്കരുത്. അയാളെ വധിക്കുക തന്നെ വേണം. രക്ഷാസങ്കേതത്തിലേക്ക് ഓടിപ്പോയിരിക്കുന്നവൻ മഹാപുരോഹിതന്റെ മരണത്തിന് മുമ്പ് സ്വദേശത്ത് മടങ്ങി വന്ന് പാർക്കുന്നതിന് വേണ്ടി നിങ്ങൾ അയാളുടെ പേരിൽ വീണ്ടെടുപ്പ് വില സ്വീകരിക്കരുത്. അങ്ങനെ നിങ്ങൾ വസിക്കുന്ന ദേശം അശുദ്ധമാക്കരുത്. രക്തം ദേശത്തെ അശുദ്ധമാക്കുമല്ലോ. ദേശത്ത് വെച്ച് ചൊരിഞ്ഞ രക്തത്തിന് രക്തച്ചൊരിച്ചിൽ ഉണ്ടാക്കിയവന്റെ രക്തം കൊണ്ടല്ലാതെ ദേശത്തിന് വേണ്ടി പ്രായശ്ചിത്തം ചെയ്യാവുന്നതല്ല. അപ്പൊ ഇതിന് അതുകൊണ്ടാണ് ഈ മറ്റേ ദാവീദിന്റെ കാലത്ത് ക്ഷാമം ഉണ്ടായപ്പോ ശൗല് രക്തം ചിന്തിയില്ലേ? പറഞ്ഞല്ലോ, ഗിബിയോനിയരെ ശൗല് കൊന്നു. പക്ഷെ ദാവീദിന്റെ കാലത്ത് ക്ഷാമം വന്നപ്പോ അവിടെ ആ 4 നടക്കുന്ന 6-7 പിള്ളേരെ പിടിച്ചുകൊണ്ട് വന്ന് കൊന്നു. കാരണം ദർ ഇസ് നോ അതർ സൊല്യൂഷൻ. കാരണം രക്തം ബൈബിളിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങളല്ലേ. രക്തം ദേശത്തെ അശുദ്ധമാക്കുമല്ലോ. ദേശത്ത് വെച്ച് ചൊരിഞ്ഞ രക്തത്തിന് രക്തച്ചൊരിച്ചിൽ ഉണ്ടാക്കിയവന്റെ രക്തം കൊണ്ടല്ലാതെ ദേശത്തിന് വേണ്ടി പ്രായശ്ചിത്തം ചെയ്യാവുന്നതല്ല. കൊലപാതകം ചെയ്ത കുടുംബങ്ങൾ അതിന്റെ ശാപത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കണമെങ്കിൽ ക്രിസ്തു യേശുവിലൂടെ എല്ലാം നീങ്ങിപ്പോകും. പക്ഷെ പലപ്പോഴും ഇന്ന് കാണുന്ന ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ അതിന് തക്ക ഒരു മാനസാന്തരവും. ഇപ്പൊ സേ ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഇപ്പൊ നമ്മളൊരു വേറൊരാളുടെ അല്ല ഒരാളെ കൊന്നിരിക്കട്ടെ. കൊന്നു കഴിഞ്ഞ് മാനസാന്തരപ്പെട്ട് കഴിയുമ്പോൾ ശരി കർത്താവെ തെറ്റിപ്പോയി എന്നൊരു സിംഗിൾ വേർഡിൽ അത് തീരെ പ്രശ്നം. അയാളെ കൊന്നതാ. അപ്പൊ ആ വിധവയ്ക്ക് ഒരു ജീവനാംശം കൊടുക്കുക, ഇങ്ങനെയൊക്കെ ചെയ്താൽ അതിനൊരു പരിഹാരം കിട്ടും. ശരി, ഒരു കുടുംബത്തിന്റെ അത്താണിയായിരുന്നുള്ള ഒരു മനുഷ്യനെ കൊന്നു അല്ലെ, നമ്മളങ്ങനെ സാധാരണ പറയാറില്ലേ? അതായത് മോഷ്ടിച്ചൊക്കെ എടുക്കുന്ന ആള് ഇപ്പോഴത്തെ മാനസാന്തരം അനുസരിച്ച് മോഷണം നിർത്തും. പക്ഷെ ചെയ്തതിനെ കുറിച്ച് എന്തെങ്കിലും പറയോ?
പക്ഷെ അങ്ങനെ ഒരു മാനസാന്തരം ബൈബിളിലില്ല. അപ്പൊ നമ്മളെ സംബന്ധിച്ച് ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുക. അപ്പൊ ശാപം കടന്നു വരുന്ന ചാനലുകൾ, നമ്പർ 1, എവറിത്തിങ് ഈസ് റിലേറ്റഡ് ടു ഗോഡ്. വേറെ ദൈവങ്ങളെ, ഇപ്പൊ ഹിന്ദുക്കളുടെ ദൈവമുണ്ട്, മുസ്ലിങ്ങളുടെ ദൈവമുണ്ട്, വേറെ ദൈവങ്ങളുണ്ട്. ഇനി ബൈബിളിൽ യേശുക്രിസ്തു ഒരു മില്യൺ യേശുക്രിസ്തുമാരുണ്ട്. ഇപ്പോൾ ക്രിസ്ത്യൻ സയൻസ് യേശുക്രിസ്തു ഉണ്ട്, യഹോവ സാക്ഷിയുണ്ട്, ഓരോരുത്തർക്കും ഓരോ യേശുക്രിസ്തു. എന്നാൽ ബൈബിളിൽ, അത് നമ്മൾ യോഹന്നാന്റെ സുവിശേഷം പഠിക്കുന്നതിന്റെ റീസൺ തന്നെ അതാ. ബൈബിളിൽ വെളിപ്പെട്ടിരിക്കുന്ന യേശുക്രിസ്തുവിൽ വിശ്വസിക്കാതെ വേറെ ഏത് യേശുക്രിസ്തുവിൽ ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും, എന്നിലൂടെ അല്ലാതെ നോ ആക്സസ് വിത്ത് ഫാദർ. അതിനകത്ത് പൗലോസിന്റെ അത് നമ്മളൊന്ന് പഠിക്കേണ്ടതാണ്. അതായത് സുവിശേഷത്തിന് വേണ്ടി ഉണ്ടായിരുന്ന തീക്ഷ്ണത. പത്രോസ് ഒന്ന് ഭക്ഷണം കഴിക്കുന്ന കാര്യത്തില് നമ്മുടെ കണക്കനുസരിച്ചാണ് എഴുതുന്നത്, സില്ലി മാറ്റം. പക്ഷെ അതിനുവേണ്ടി അത്രയേറെ സുവിശേഷ സത്യം കാത്തു സൂക്ഷിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാ. അതുകൊണ്ട് കുറെ ആൾക്കാർ സ്നാനപ്പെടണമെങ്കിൽ സ്വർണ്ണം ഊരണമെന്ന് പഠിപ്പിച്ചു, വേറുള്ള ഒരു വെള്ള വസ്ത്രം ധരിച്ചേ പറ്റൂ എന്ന് പഠിപ്പിച്ചു, വേറെ ചിലർ 3 ദിവസം ഉപവാസത്തോടു കൂടിയ സ്നാനം ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പഠിച്ചു. ഇതെല്ലാം ഉണ്ട് ഈ കൂട്ടത്തില്. പിന്നെ യേശുനാമക്കാരുണ്ട്, ത്രിയേക ദൈവം ഇല്ല, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒന്ന് തന്നെയാണെന്ന് പഠിപ്പിക്കുന്നവരുണ്ട്. ഇങ്ങനെ ഒരു മൾട്ടിറ്റ്യൂഡ് ഓഫ് യേശുക്രിസ്തുമാർ തന്നെയുണ്ട്. അപ്പൊ ഈ കള്ള ദൈവങ്ങള്, ഇസ്ലാമിലെ അള്ളാഹു കള്ള ദൈവം, ഹിന്ദുസ്ഥിലെ ദൈവങ്ങളെല്ലാം കള്ള ദൈവം, ബുദ്ധിസ്റ്റിലെ ബുദ്ധൻ കള്ള ദൈവം, ജൈനസ്ഥിലെ ജൈനൻ കള്ള ദൈവം. അതായത് സത്യം ഒന്നേ ഉള്ളൂ. നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, കർത്താവായ യേശുക്രിസ്തു ത്രിത്വത്തിൽ രണ്ടാമനായിട്ടുള്ള ഇസ്രായേലിന്റെ ദൈവം മനുഷ്യനായിട്ട് അവതരിച്ചു, നമുക്ക് വേണ്ടി നമ്മുടെ പാപത്തിന് പരിഹാരമായിട്ട് മരിച്ചു. ആ കർത്താവില് മാനസാന്തരത്തോടെ വിശ്വസിച്ചാൽ പാപക്ഷമയുണ്ട്, ശാപങ്ങൾ നീങ്ങും. ഈ ശാപങ്ങൾ നീങ്ങാനുള്ള കണ്ടീഷൻ നമ്മൾ ചിന്തിച്ച് ഈ കാര്യങ്ങളെല്ലാം നമുക്ക് കറക്ഷൻ ആവശ്യമുണ്ടെങ്കിൽ കറക്ഷൻ നമ്മൾ ചെയ്യാതെ ശാപം നീങ്ങി കർത്താവ് മരിച്ചെന്ന് പറഞ്ഞാൽ അന്ത്യ ദിവസം കർത്താവിന്റെ അടുത്ത് ചെല്ലുമ്പോൾ പാപക്ഷമ പോലെ ഞാൻ നിന്നെ അറിയില്ല എന്ന് പറയും. അപ്പൊ നമ്മൾ വി വിൽ കണ്ടിന്യൂ ടു തിങ്ക്. കാരണം ഈ മെയിൻ ചാനൽസ്, അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മാതാപിതാക്കളോട് അനാദരവ് കാണിച്ചിട്ടുണ്ടാവും, ഞാൻ കാണിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ മാനസാന്തരപ്പെട്ടിട്ടുണ്ട്. മാനസാന്തരത്തിന്റെ ആഴം അനുസരിച്ചും കർത്താവിനുള്ള വിശ്വാസം അനുസരിച്ചും കർത്താവിനോടുള്ള സ്നേഹം അനുസരിച്ചും അതിന് വിടുതൽ കിട്ടും തീർച്ചയായിട്ടും. കാരണം എല്ലാത്തിനും സൊല്യൂഷൻ ഉണ്ട്. കർത്താവായ യേശുക്രിസ്തുവിലേക്ക് വന്നാല് പഴയത് മുഴുവൻ മാറിപ്പോയി പുതിയ സൃഷ്ടിയാവും. എല്ലാം നീങ്ങി ശാപവും ഇതെല്ലാം മാറിയിട്ട് നമുക്ക് ഐശ്വര്യം, സമാധാനം, സന്തോഷം കർത്താവ് തരും. വിൽ കണ്ടിന്യൂ ടു തിങ്ക്. സൃഷ്ടികളിൽ ഞാൻ കണ്ടു നിൻ കരവിരുത്, അത്ഭുതമാം നിൻ ജ്ഞാനത്തിൻ പൂർണ്ണതയും